നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. വളരെ പെട്ടെന്ന് ഇതുവരെയുള്ള തലക്കെട്ടുകൾ ഒന്ന് നോക്കി വരാം. ധാരാളം വാർത്തകൾ, വിശേഷങ്ങളുള്ള ദിവസമാണ്. തമിഴ്നാട് തിരുച്ചെന്തുറയിൽ ക്ഷേത്രങ്ങളടക്കമുള്ള 389 ഏക്കർ ഭൂമി കൈയടക്കാനുള്ള വഖഫ് ബോർഡ് നീക്കത്തിൽ ഇടപെടൽ. ഭൂമി രജിസ്ട്രേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് തിരുച്ചിറപ്പള്ളി ജില്ലാ കളക്ടർ. പരിഹാരം RDOയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ. ജനം ബിഗ് ഇമ്പാക്ട്. കേരളത്തിലെ ചെറായിയിലും സ്വകാര്യ ഭൂമിയിൽ കണ്ടുവച്ച വഖഫ് ബോർഡ്. മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താൻ ശ്രമം. പ്രക്ഷോഭത്തിന് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്ത് ജനത. ജനം ബ്രേക്കിംഗ്. ശിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങും. നാവികസേന സോണാർ പരിശോധന നടത്തും. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് വിലയിരുത്തിയ ശേഷം മുങ്ങൽ വിദഗ്ധർ ഇറങ്ങുന്നതിൽ തീരുമാനം. ഇടതുപക്ഷത്ത് തിരുത്തലുകൾ വേണമെന്ന ബിനോയ് വിശ്വം. ക്ഷേത്രകാര്യങ്ങളിലെടുത്ത ചില തീരുമാനങ്ങളിൽ പാളിച്ചയുണ്ടായെന്ന് കുറ്റസമ്മതം. സത്യം പറയാൻ പാർട്ടിക്ക് കടമയുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സർക്കാരിന് തിരിച്ചടിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥരുടെ കൂട്ടപ്പലായനം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറി കൂടുതൽ IASകാർ. കേന്ദ്ര സർവീസിലേക്ക് മാറിയത് ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെ 3 മുതിർന്ന IAS ഉദ്യോഗസ്ഥർ. വിനേഷ് ഫോഗട്ടിന് മെഡൽ ലഭിക്കുമോ എന്ന് ഇന്നറിയാം. അപ്പീലിൽ രാജ്യാന്തര തർക്കപരിഹാര കോടതിയുടെ വിധി ഇന്ന്. ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് താരങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് PT ഉഷ. നമ്മുടെ ബിഗ് ഇമ്പാക്റ്റിലേക്ക് തന്നെ ആദ്യം പോകണം. അതെ, ധാരാളം പ്രേക്ഷകരുടെ നമസ്തേ വന്നിട്ടുണ്ട്. എല്ലാവരിലേക്കും തിരികെ എത്താം. കുറുപ്പ് സാർ അടക്കമുള്ള എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട്. അത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിൽ നമ്മുടെ അരുൺ ആലത്തൂർ പോയി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. തിരുച്ചെന്തുറയിലെ ഭൂമി രജിസ്ട്രേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. നമുക്കത് വാർത്ത വളരെ വിശദമായി തന്നെ ജന TV പ്രസന്റ് ചെയ്തതാണ്. അതായത് അവിടെ ഒരു ക്ഷേത്രം, അതിനോടൊപ്പമുള്ള 4 ഉപക്ഷേത്രങ്ങൾ, 3 പഞ്ചായത്തുകൾ അടങ്ങിയ ഒരു ഗ്രാമം മുഴുവൻ 389 ഏക്കർ ഭൂമി. ഇതിന്റെ മാത്രമാണ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ആ പ്രദേശത്തെ ഭൂമി മുഴുവൻ തങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡ് അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഭൂമി രജിസ്ട്രേഷൻ തടയണം എന്നും വഖഫ് ബോർഡ് രജിസ്ട്രാർ ഓഫീസിൽ കത്ത് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് RDOയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ യോഗത്തിൽ പ്രശ്നപരിഹാരം കാണുകയായിരുന്നു എന്നും കളക്ടർ പറയുകയാണ്. ജനം ബിഗ് ഇമ്പാക്ട് ആണ് ഈ സ്റ്റോറി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് അരുൺ ആലത്തൂർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ, നമസ്തേ. വളരെ പെട്ടെന്നാണ് ഇതിൽ ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വാർത്ത കൊടുത്തതിന് പുറമെ തമിഴ് ജനം TVയും ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും നടപടി ഉണ്ടായിരിക്കുകയാണ് അല്ലെ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അരുൺ? പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിലൊരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിലെ മറ്റ് മലയാള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കൂടാതെ തമിഴ് മാധ്യമങ്ങളും തമിഴിലെ ജനം TV മാത്രം, അല്ലെങ്കിൽ 1-2 വിരലിൽ എണ്ണാവുന്ന ചാനലുകൾ മാത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല, നമ്മൾ ജനം TV വളരെ വിശദമായി തന്നെ വാർത്ത കൈകാര്യം ചെയ്തിരുന്നു. അതിൻ്റെ അവിടുത്തെ ഓരോ ജനങ്ങളുടെയും കൃത്യമായ പ്രതികരണം ഉൾപ്പെടെ രംഗത്ത് അവരുടെയൊക്കെ പ്രതികരണം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന തരത്തിലായിരുന്നു നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ജനം ഡിബേറ്റിലും ഇത് ഉൾപ്പെടുത്തിയിരുന്നു. അതുകൂടാതെ തന്നെ അരമണിക്കൂർ നമ്മൾ വിശദമായി തന്നെ അവിടുത്തെ ജനങ്ങൾ എത്തരത്തിൽ ഈ ഒരു വഖഫ് ബോർഡ് ഈ ഭൂമിയിൽ അവകാശവാദവുമായി രംഗത്ത് വന്നപ്പോൾ എത്തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഏതായാലും തമിഴ്നാട്ടിലെ ജനങ്ങൾ അതിന് വലിയ ഒരു സ്വീകാര്യത നമ്മുടെ വാർത്തയ്ക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നും വിളിക്കുകയുണ്ടായത്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിലെ കളക്ടറായ പ്രദീപ് കുമാർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആ ഒരു ഭാഗം, അവിടുത്തെ 289 ഏക്കർ ഭൂമി, അത്രയും ആ ഭൂമി ഇത്തരത്തിൽ തങ്ങളുടേതാണെന്നുള്ളൊരു അവകാശവാദവുമായിട്ടായിരുന്നു 2022 വഖഫ് ബോർഡ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അവർ രംഗത്ത് വന്നതോടുകൂടെ തന്നെ ആദ്യം
RDO ഓഫീസിലും അതുപോലെ തന്നെ ഭൂമി രജിസ്ട്രേഷൻ നടത്തുന്ന രജിസ്ട്രാർ ഓഫീസിലും ഉൾപ്പെടെ ഇവർ സമീപിക്കുകയായിരുന്നു. ഇനി മുതൽ ഇവിടെ രജിസ്ട്രേഷൻ നടത്താൻ അനുവദിക്കരുത്, ഇത് തങ്ങളുടെ ഭൂമിയാണ്, ഈ ക്ഷേത്രം പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്, അവിടുത്തെ ഏകദേശം ഒരു 1300 വർഷം പഴക്കമുള്ള 4-ലേറെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ തങ്ങളുടേതാണ് എന്നുള്ളൊരു അവകാശവാദവുമായിട്ടായിരുന്നു അവിടുത്തെ ആളുകൾ രംഗത്തെത്തിയത്, ഈ വഖഫ് ബോർഡിൻ്റെ ആളുകൾ രംഗത്തെത്തിയത്. തുടർന്നാണ് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നത്. അവിടെ ഒരു രാജഗോപാൽ എന്നുള്ളൊരു വയസ്സായ ഒരു വ്യക്തി തൻ്റെ മകളുടെ കല്യാണത്തിന് ഭൂമി വിൽക്കാനായി പോയ സമയത്താണ് ആ ഭൂമി വഖഫ് ബോർഡ് അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നതും മറ്റുമൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശേഷം ഏതായാലും അതിൽ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ RDOയുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ച, ആ ചർച്ചയ്ക്കൊടുവിൽ ഭൂമിയിലെ ക്രയവിക്രയം നടത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കളക്ടർ നിലവിൽ ഇതിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ അവിടെ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല, അത്തരം പ്രശ്നങ്ങളൊക്കെ തങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. ഏതായാലും കളക്ടർ തങ്ങളുടെ ഇടപെടൽ, അതായത് അധികാരികളുടെ ഇടപെടൽ മൂലം നിലവിൽ അവിടുത്തെ ഈ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ ബില്ല്, നിയമ ഭേദഗതി, അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതും ഇവിടെ വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം കേന്ദ്ര സർക്കാർ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ എന്താണോ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത്, കളക്ടറും RDO ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടൽ മൂലം എന്താണോ ആ ഒരു വിഷയത്തിൽ ക്ഷേത്രഭൂമി ഉൾപ്പെടെ തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി വഖഫ് ബോർഡ് രംഗത്തെത്തിയതോടുകൂടെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് അധികാരി തലത്തിലൊരു ഇടപെടലാണ് ഇപ്പോൾ അരുണിലേക്ക് തിരികെ എത്താൻ കാരണം ഇതിൽ 1-2 സംഗതികൾ, അതായത് തുടക്കം മുതൽ ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തു, പിന്നാലെ തന്നെ അരുൺ അവിടെ നിന്ന് തയ്യാറാക്കിയ ഒരു അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ട്, ഭൂമി വിഴുങ്ങികൾ എന്ന് പറഞ്ഞ്. അത് ഈ വഖഫ് നിയമ ഭേദഗതിയുടെ ആവശ്യകത എന്താണ്, ആ നിയമത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ആ നിയമം നൽകുന്ന അമിത അധികാരങ്ങൾ, സർക്കാരിന് പുറത്തുള്ള ഒരു ബോഡിക്ക് നൽകിയിരിക്കുന്ന അമിത അധികാരങ്ങൾ, ഇതുപോലെ എവിടെയൊക്കെ ഇടങ്ങളിൽ ഇതിന്റെ ഡിസ്പ്യൂട്ട്സ് ഇങ്ങനെ നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു അത്. ഒപ്പം ഒരു കേസ് സ്റ്റഡി എന്ന പോലെ തന്നെ തിരുച്ചെന്തുറൈ ക്ഷേത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യവും ഉൾക്കൊള്ളിക്കുന്ന പരിപാടിയായിരുന്നു. അരുൺ, ആദ്യം നമുക്ക് ആ കളക്ടർ പ്രദീപ് കുമാർ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് കേൾക്കാം, അതിനുശേഷം ഒരിക്കൽ കൂടി, കാരണം ഇന്ന് മാത്രം ഇത് കാണുന്ന ധാരാളം പ്രേക്ഷകരുണ്ട്, അപ്പോൾ തിരുച്ചെന്തുറയിൽ നടന്നത് എന്താണ്, എന്തിന്റെ പേരിലാണ് ഈ നടപടി എന്ന് കൂടി നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. ആ കളക്ടർ പറഞ്ഞതൊന്ന് കേൾക്കാം. 22ஆம் ஆண்டு வக்ஃப் போர்டிலிருந்து ஒரு கம்யூனிகேஷன் வந்து சப் ரெஜிஸ்ட்ரார் ஆஃபீஸ்க்கு இந்த மாதிரி 389 ஏக்கர்ஸ் திருச்செந்துறை கிராமம், ஸ்ரீரங்கம் வட்டத்தில் இருக்கக்கூடிய திருச்செந்துறை கிராமத்தில் 389 ஏக்கர் வந்து வக்ஃப் வாரியத்துக்கு சொந்தமான நிலம், அதனால் வந்து பத்திரப்பதிவு வந்து தடை செய்யப்பட வேண்டும் என்று அவர்கள் வந்து சப் ரெஜிஸ்ட்ரார் ஆஃபீஸ்க்கு ஒரு லெட்டர் வந்து கொடுத்துருந்தாங்க. இதனால் வந்து டெம்பரவரியாக வந்து அந்த ரெஜிஸ்ட்ரேஷன் வந்து ஸ்டாப் பண்ணும்பொழுது தேர் வாஸ் அ ப்ரொட்டஸ்ட், மக்கள் வந்து அதற்கு போராட்டத்தில் ஈடுபட்டதனை தொடர்ந்து ஒரு பீஸ் மீட்டிங் வந்து RDO தலைமையில் வந்து நடத்தப்பட்டது. சப் ரெஜிஸ்ட்ரார் மற்றும் அந்த வக்ஃப் போர்டுடைய அதிகாரிகள் அனைவரையும் வந்து கூப்பிட்டு ஒரு அமைதி பேச்சுவார்த்தை நடத்தப்பட்டது. அதனைத் தொடர்ந்து அவர்கள் வந்து ரெஜிஸ்ட்ரேஷன் பண்ணுவதற்கு எந்த ஒரு தடையும் இல்லை என்று அந்த பேச்சுவார்த்தையின் அடிப்படையில் முடிவு செய்யப்பட்டுள்ளது. இது வக்ஃப் போர்டும் வந்து இதை வந்து அந்த தடை வந்து நீக்கியிருக்காங்க. ஸோ இப்பொழுதைக்கு வந்து திருச்செந்துறை கிராமத்தில் வந்து நிலங்கள் வாங்குவதற்கோ விற்பதற்கோ பத்திரப்பதிவு செய்வதற்கோ வந்து எந்த ஒரு தடையும் வந்து இல்லை என்பதனை நான் தெரிவித்துக் கொள்கிறேன். எனிதிங் ஓகே, அவங்க மக்கள் ஃபீல் பண்றாங்க அது டெம்பரரி சொல்யூஷனா இருக்குமோ, எங்களுக்கு ஒரு பயம் இருந்துகிட்டே இருக்கு அப்படின்னு. இல்லை, இது வந்து இனாம் அப்படிங்கிறது வந்து 1927 ரெக்கார்ட்ஸில் இது பண்ணியிருக்காங்க. அதுக்கப்புறம் UDR செட்டில்மெண்ட் அப்போ பார்த்தீங்கன்னா வந்து இது பட்டாதாரர்களுடைய பெயரில் வந்து மாற்றம் செய்யப்பட்டுள்ளது. இந்த UDR செட்டில்மெண்ட் இவங்களுடைய டாக்குமெண்ட்ஸ், வக்ஃப் போர்டு அவங்க சப்மிட் பண்ணக்கூடிய டாக்குமெண்ட்ஸ் ப்ளஸ் அதனுடைய 1927 ரெக்கார்ட்ஸை எடுத்து நம்ம ஓனர்ஷிப் ஆஃப் த லேண்ட், யார் வந்து அதற்கு நிலத்திற்கு சொந்தமானவர்கள் என்பதை வந்து RDO வந்து முடிவு பண்ணுவாங்க. தாலுக் லெவல் அவங்க என்கொயரி பண்ணி முடிவு பண்ணுவாங்க. டெம்பிள் வந்து 1500 இயர்ஸ் பிஃபோர் இருக்குன்னு சொன்னாங்க சார். நம்ம கவர்மெண்ட்ல ஏதாவது அதுக்குரிய ஆவணங்கள் இருக்குதா சார்? இல்லை, அதுதான் அந்த ஓனர்ஷிப் ஆஃப் த லேண்ட், அது யார் வந்து ஓனர்ஷிப் இருக்குது, அந்த லேண்டோடைய ஓனர் யார் அப்படிங்கிறத வந்து டாக்குமெண்ட் வெரிஃபை பண்ணி தான் வந்து அதை பார்க்க முடியும். அதுக்கு RDO வந்து தாசில்தாரோட இணைந்து வந்து அந்த டாக்குமெண்ட்டை வெரிஃபை பண்ணி யார் ஓனர். അരുൺ, വളരെ വിശദമായി ഒക്കെ കളക്ടർ വിശദീകരിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവും ഇല്ല, ഭൂമി രജിസ്ട്രേഷൻ, വിൽപ്പന, വാങ്ങൽ ഒക്കെ നടക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഈ ഒരു തർക്കത്തിലേക്ക്, ഈ ഒരു വിവാദത്തിലേക്ക്, ഈ ഒരു ഇടപെടലിലേക്ക് നയിച്ച സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ? ഇതാദ്യമായി കാണുന്ന പ്രേക്ഷകർക്കായി.
പ്രദീപ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് രാജഗോപാൽ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണ ആവശ്യാർത്ഥം അദ്ദേഹത്തിന്റെ ഭൂമി കൃഷിനിലമാണ് അത് വിൽക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതായിരുന്നു. ആ വിൽക്കാനായി പോയ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭൂമി അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള, അല്ല അത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് എന്നുള്ളത് അറിയുന്നത്. പിന്നീട് അദ്ദേഹം അതിനുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് വഖഫ് ബോർഡ് അദ്ദേഹത്തിന്റെ ഭൂമി ഉൾപ്പെടെ ഈ തിരുച്ചെന്തരയിലെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രമുണ്ട്, ഏകദേശം 1300 വർഷം പഴക്കമുള്ള ചോളന്മാരുടെ കാലത്തിൽ പണിതിട്ടുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഉൾപ്പെടെ അതിന് ഉപക്ഷേത്രങ്ങളായിട്ടുള്ള ഒരു 4-5 ക്ഷേത്രങ്ങളുണ്ട്. അത്തരത്തിൽ ആ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകളിലെ ഭൂമി മുഴുവൻ തങ്ങളുടേതാണെന്നുള്ള ഒരു അവകാശവാദവുമായി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2022 വഖഫ് ബോർഡ് രംഗത്തെത്തുകയായിരുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന് ആ ഭൂമി ക്രയവിക്രയം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ശേഷം അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉയർന്നു. പക്ഷേ വഖഫ് ബോർഡ് പറയുന്നത് ഇത് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കാരണം മുൻപ് കാലങ്ങൾക്ക് മുൻപായി മുഗൾ രാജാവായ അവിടെ ഭരിച്ചിരുന്ന വ്യക്തി ഇനാമായി നൽകിയിരുന്ന ഭൂമിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്കാണ്, അല്ലെങ്കിൽ അത് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള അവകാശവാദവുമായി ഇവർ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം ഉയരുന്നത് ഈ 1300 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് വഖഫ് ബോർഡിന്റെ ഭൂമിയായി മാറുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമായി ഉയരുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, നമുക്കറിയാം വഖഫ് നിയമപ്രകാരം ഇത്തരത്തിലുള്ള ഭൂമിയിൽ അവകാശവാദം പെട്ടെന്ന് ഈ വഖഫ് ബോർഡിന്റെ ആളുകൾ തന്നെയാണ് അവകാശവാദം ഉന്നയിച്ച് നോട്ടീസ് നൽകാറുള്ളത്. അവർ നോട്ടീസ് നൽകി കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ തങ്ങളുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭൂമി വഖഫ് ബോർഡ് പെട്ടെന്ന് അത് തങ്ങളുടേതാണെന്ന് പറയുമ്പോൾ പിന്നെ ആ വ്യക്തിക്കാണ് ഉത്തരവാദിത്വം അത് തങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വഖഫ് ബോർഡിനെ സമീപിക്കും. വഖഫ് ബോർഡിനെ സമീപിക്കുമ്പോൾ വഖഫ് ബോർഡ് അവിടെ അതിനൊരു പ്രശ്ന പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നീട് അത് വഖഫ് ട്രൈബ്യൂണലിലേക്കാണ് പോവുക. അവിടെയൊക്കെ ഈ ബോഡികളിലെല്ലാം ഉള്ളത് സുന്നി വിഭാഗത്തിൽ നിന്നും മറ്റുമുള്ള വഖഫ് ബോർഡിന്റെ ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നത്തെ അവർ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ അതിനെ ഉന്നയിച്ച ആ ഭൂമി അവരുടെ സ്വന്തം കൈക്കലാക്കുന്ന ഒരു രീതിയാണ് രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനെ അത്തരത്തിലുള്ള പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അതിൽ ഈ ജില്ലാ ഭരണകൂടം, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ, MP ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഈ ഒരു കളക്ടറുടെ വാക്കുകൾ എത്തരത്തിലാണ് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബിൽ അത് എത്രത്തോളം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തിരുച്ചിറപ്പള്ളി കളക്ടറുടെ വാക്കുകൾ. കാരണം അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കളക്ടറും RDOയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടൽ വേണ്ടി വന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ രാജ്യത്ത് ഉടനീളം നിരവധി ഇടങ്ങളിൽ സമാന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ അത് ബന്ധപ്പെട്ട അധികൃതരുടെ കൂടെ, അതായത് ഈ കളക്ടർ RDO ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ ഇടപെടലോടുകൂടെ, അല്ലെങ്കിൽ സ്ഥലം MP ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ഇടപെടലോടുകൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമ ഭേദഗതിയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെയാണ് പ്രതിപക്ഷം ഇപ്പോൾ എതിർക്കുന്നത്. അത് മുസ്ലിം വിരുദ്ധമാണ് മറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർക്കുന്നത്. പക്ഷേ അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് പലയിടങ്ങളിലും ഈ ഭൂമി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളുടെ ഭൂമിയിൽ ഉൾപ്പെടെ വഖഫ് ബോർഡ് അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഈ സുന്നി വിഭാഗക്കാരാണ് ഈ വഖഫ് ബോർഡിൽ അധികമായിട്ടുള്ളത്. അതിൽ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള ഇപ്പോൾ അഹമ്മദിയ പോലുള്ള അല്ലെങ്കിൽ മറ്റ് ചെറിയ രീതിയിൽ അത്തരത്തിൽ സുന്നി പോലെ വിപുലമല്ലാത്ത മുസ്ലിം വിഭാഗത്തിലെ തന്നെ മറ്റ് വിഭാഗക്കാർക്ക് ഈ ഒരു ബോർഡിൽ യാതൊരു പ്രാതിനിധ്യവും ഇല്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്കും ഈ ഒരു വഖഫ് ബോർഡിൽ യാതൊരു പ്രാതിനിധ്യവും ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ സ്ത്രീകളുടെയും ഈ മറ്റ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഈ മുസ്ലിംകളിലെ തന്നെ മറ്റ് വിഭാഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിനെ ബില്ലിൽ പുതിയ നിയമ ഭേദഗതിയിൽ പുതിയൊരു ബോഡിക്ക് രൂപം നൽകുന്ന തരത്തിലാണ് ഈ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തിരുച്ചന്തരയിലെ കളക്ടറുടെ ഒരു പ്രതികരണം അത് ഏതായാലും വഖഫ് ബില്ല് എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ ഒരു ഉദാഹരണ സഹിതം വ്യക്തമാവുന്നു എന്നുള്ളതാണ് വളരെ പ്രത്യേകത അല്ലെങ്കിൽ പ്രധാനമർഹിക്കുന്ന കാര്യം. അതിൽ തന്നെ മറ്റൊരു കാര്യമുള്ളത് എന്തെന്നാൽ കളക്ടർ അവിടെ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിന് നിലവിൽ പ്രശ്നമില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ പോലും അവിടെ ഭൂമി വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം വഖഫ് ബോർഡ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്ന് അവിടുത്തെ ഭൂമിയൊക്കെ തങ്ങളുടേതാണെന്ന് പറഞ്ഞതോടുകൂടെ അവിടെ ആളുകൾ ഇപ്പോൾ അവരുടെ കൃഷിഭൂമിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പറമ്പും മറ്റോ ആണെങ്കിലും ഒക്കെ വിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പലരും പുറത്തുനിന്ന് ഈ ഭൂമി വാങ്ങാൻ വരാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ ആ പ്രദേശത്തുള്ളത്. മുമ്പ് 3 കോടി രൂപ വരെ വില ലഭിച്ചിരുന്ന, ഒരേക്കറിന് 3 കോടി രൂപ വരെയൊക്കെ വില ലഭിച്ചിരുന്ന ഭൂമിക്ക് ഇപ്പോൾ 20-30 ലക്ഷം രൂപ വളരെ കുറഞ്ഞ പൈസ അവിടെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പരാതിയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമ ഭേദഗതി വരുന്നതോടുകൂടെ തന്നെ തങ്ങളുടെ ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഇപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്ന ഈ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നത് ഇതൊരു താൽക്കാലിക
താൽക്കാലിക പരിഹാരം മാത്രമാണ്. പക്ഷേ ആ ശാശ്വത പരിഹാരം എന്നുള്ളത് അത് കേന്ദ്രം ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്ന മുറയ്ക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ശാശ്വത പരിഹാരം ആവശ്യപ്പെടുന്ന സ്ഥലങ്ങൾ കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ശരി അരുൺ, ഞങ്ങളൊന്ന് ഇനി കേരളത്തിലെ ആ പ്രശ്നം നമ്മൾ സ്പോട്ട് ചെയ്ത പ്രശ്നം ചെറായി നമ്മുടെ പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊച്ചി ബ്യൂറോ വളരെ നേരത്തെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നതും ആണ്. പക്ഷേ വീണ്ടും അവിടേക്ക് പോകാൻ സമയമായി. കാര്യം അന്ന് വാർത്ത ചെയ്തപ്പോൾ എല്ലാവരും അവഗണിച്ചുവെങ്കിൽ ഇന്നിപ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധ വഖഫ് ബോർഡിന്റെ അമിത അധികാരങ്ങളിലേക്ക്, അമിത അവകാശങ്ങളിലേക്ക്, സ്വകാര്യ വ്യക്തികളുടെ ഭൂമി തന്നെ എടുത്ത് ഇത് ഞങ്ങളുടേതാണെന്ന് പറയാനുള്ള വിചിത്രമായ ഒരു അധികാരത്തിലേക്കാണ് ഇപ്പോൾ ഭാരത സർക്കാർ കൈവയ്ക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പരാതി പ്രേക്ഷകർക്കുണ്ട്. ജനം ടി വി അത് ചെയ്യുന്നതിൽ അവർ അഭിനന്ദിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഈ വാർത്തകൾ തുടർച്ചയായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും ഇത് മാത്രമല്ല, ഇനിയുമുണ്ട്. നമുക്ക് ഒന്നൊന്നായി എടുക്കാം. ഏതായാലും സ്വകാര്യ ഭൂമിയിലും കണ്ടുവച്ച വഖഫ് ബോർഡ്, തീരദേശ ജനത വില കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. ചെറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കായാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് അവകാശവാദം. ഈ നീക്കത്തെ ചെറുക്കാൻ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്തെ ജനത. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നമസ്തേ. തമിഴ്നാട്ടിൽ കണ്ടതിനേക്കാൾ വലിയ രീതിയിലുള്ള കയ്യേറ്റ ശ്രമമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. മറ്റു മാധ്യമങ്ങളെല്ലാം മൗനം പാലിക്കുന്നു. സർക്കാർ ഇടപെട്ടതിന്റെ എന്തെങ്കിലും സൂചനയുണ്ടോ? റവന്യൂ അധികൃതർ എന്ത് പറയുന്നു? എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? നമസ്തേ. നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വഖഫിന്റെ ഭൂമിയുടെ പേരിൽ ഇത്തരത്തിൽ സ്വകാര്യ ഭൂമികൾ കൈവശപ്പെടുത്താനുള്ള നീക്കം, അതൊരു ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ്. അവിടെ കൃത്യമായി ഈ സർക്കാർ സംവിധാനങ്ങൾ കൂടി അതിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യുന്നത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ചെറായി മേഖലയിലെ, മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയാണ്. സാധാരണക്കാരായ ആളുകളുടെ ഭൂമിയാണ് ഇത്തരത്തിൽ കൈവശപ്പെടുത്താനുള്ള ഒരു ആസൂത്രിതമായ നീക്കം വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവിടെ ഏതെങ്കിലും 1 സെന്റോ 2 സെന്റോ 3 സെന്റോ അല്ല, ഒരുപാട് പേരുടെ ഭൂമി, 610 ആളുകളുടെ കുടുംബങ്ങളുടെ ഭൂമി, ആ ഭൂമി മുഴുവൻ 110 ഏക്കറോളം വരുന്ന ഭൂമി കൈവശപ്പെടുത്താനാണ്. 404 ഏക്കർ ഭൂമി തങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നും അതെല്ലാം തിരിച്ചു പിടിക്കുമെന്നാണ് വഖഫ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു യാഥാർത്ഥ്യം, വസ്തുതയാണ് കൃത്യമായ തെളിവുകൾ സഹിതം, രേഖകൾ സഹിതം, ആധാരം സഹിതം അവിടെയുള്ള ജനങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്, പൊതുജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് 1989-90 കാലത്ത് വിലയാധാരം നൽകി, അതായത് വില നൽകിക്കൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ്, പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്. അങ്ങനെ വഖഫിന് അവകാശപ്പെട്ട ഭൂമിയാണ് എങ്കിൽ, അല്ലെങ്കിൽ വഖഫിന്റെ ഭൂമിയാണെങ്കിൽ സ്വാഭാവികമായും അതിന് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു, അത് രജിസ്റ്റർ ചെയ്ത് ലഭിക്കില്ലായിരുന്നു. 1950 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ രാജാവ് സേട്ടോ കുടുംബത്തിന് നൽകിയ, അബ്ദുൾ സത്താർ സേട്ടിന് നൽകിയ ഭൂമി പിന്നീട് സിദ്ദിഖ് സേട്ട് 1952 ഇത് നടത്തുന്നതിന് വേണ്ടി കോഴിക്കോട് ഫറൂഖ് കോളേജിന് കൈമാറുന്നു. അവിടെ സ്വാഭാവികമായും ആ കോളേജിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു ഏക്കർ കണക്കിന് സ്വത്തുകളുള്ള, വലിയ സ്വത്തുക്കളുള്ള ധനിക കുടുംബം ഒരു വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള പിന്തുണ എന്ന നിലക്കായിരുന്നു അന്ന് നൽകിയിരുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ പോലും അത് വഖഫ് അല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം അതിൽ പറയുന്നുണ്ട്, ഇത്തരത്തിൽ നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസവുമായി സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എങ്കിൽ അത് തന്റെ പിന്തുണച്ച അവകാശികൾക്കും തിരികെ ലഭിക്കേണ്ടത് ആണ് എന്ന്. അവിടെയാണ് ഈ വഖഫ് എന്ന പേരിൽ നടത്തുന്ന പരാമർശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം വഖഫാണ് ഇത്തരത്തിൽ എങ്കിൽ അത് പൂർണ്ണ മനസ്സോടുകൂടി തിരിച്ചെടുക്കില്ല എന്ന കൃത്യമായ ഉറപ്പിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള വാഗ്ദാനത്തോടുകൂടി ദൈവത്തിന് സമർപ്പിക്കുന്ന, അള്ളാഹുവിന് സമർപ്പിക്കുന്നതാണ് വഖഫ് എന്ന ആ ഭൂമി. ആ ഭൂമിയിൽ പിന്നീട് ഒരു കാരണവശാലും അത് നൽകുന്ന വ്യക്തി അവകാശം ഉന്നയിക്കില്ല. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തനിക്ക് ആ ഭൂമി തിരിച്ചു വേണം, ഇത് താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എന്ന് ഉണ്ടെങ്കിൽ ആ ഭൂമി തന്റെ പിന്തുടർച്ച അവകാശികൾക്ക്, തന്റെ കാലശേഷമാണ് എങ്കിൽ അത് തന്റെ പിന്തുടർച്ച അവകാശികൾ അവർക്ക് വേണ്ടതാണ്. അവരാണ്
ഇവരാണ് അതിന്റെ അവകാശികൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന ഭൂമിയാണ് ഇപ്പോൾ വഖഫ് പറയുന്നത് തങ്ങളുടെ ഭൂമിയാണ് എന്ന്. അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഏക്കർ കണക്കിന് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ആ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി തങ്ങളുടേതാക്കാനുള്ള ശ്രമം മാത്രമല്ല വഖഫ് നടത്തുന്നത്. ഇവിടെ നിരവധി കുടുംബങ്ങൾ, 610ഓളം കുടുംബങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ, അവരെയാണ് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. ഇതിന്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങൾ കൂടി ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന് കരമടക്കാനുള്ള, പോക്കുവരവ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും റദ്ദാക്കിയിരിക്കുന്നത്. നിലവിൽ ഇതിന് കരമടക്കാൻ അവിടെയുള്ള ആളുകൾക്ക് കഴിയുന്നില്ല, അതിന്റെ പോക്കുവരവുകൾ നടക്കുന്നില്ല. ആ ഭൂമി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ പോലും കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു. കാരണം മകളുടെ വിവാഹം, മക്കളുടെ പഠനാവശ്യങ്ങൾ, ഒപ്പം തന്നെ വീട് വയ്ക്കുന്നതിന്, വീട് പുതുക്കി പണിയുന്നതിന് അടക്കം ഒരു കാര്യങ്ങൾക്കും ബാങ്കിനെ സമീപിക്കാനോ ഈ ഒരു ആധാരം വെച്ചുകൊണ്ട് തുടർ നടപടികൾക്ക് ലേക്ക് കടക്കാനോ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. കാരണം അവരുടെ ഭൂമി പൂർണ്ണമായും തന്നെ മരവിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ തുടർ നടപടികൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് മുന്നിൽ തങ്ങൾക്ക് അവകാശമില്ലാത്തൊരു ഭൂമിയായി ഒരു സുപ്രഭാതത്തിൽ അത് മാറുകയും ചെയ്യുന്നു. ഈ ഒരു 35 വർഷങ്ങൾക്ക് ശേഷം, പണം കൊടുത്ത് ഭൂമി വാങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് തങ്ങളുടെ ഭൂമിയിൽ അവർ അനാഥരായി മാറുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാത്ത ആളുകളായി പൂർണ്ണമായും തന്നെ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതാണ് അവർ നമുക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന സങ്കടങ്ങൾ. ഇവിടെ വഖഫ് സംരക്ഷണ വേദിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. കാരണം നേരത്തെ തന്നെ വഖഫിൽ നടക്കുന്ന നിരവധി ക്രമക്കേടുകൾ അവർ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. 2015 കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ജനൻ ടിവിയിലൂടെ തന്നെ നിരവധി വാർത്തകൾ അവർ ജനൻ ടിവിയുമായി പങ്കുവെക്കുകയും നമ്മളത് പുറത്തുവിടുകയും എല്ലാം തന്നെ ഇത്തരത്തിൽ ചെയ്തിരുന്നു. അന്ന് വഖഫ് സംരക്ഷണ വേദി വഖഫിന്റെ സംരക്ഷകർ എന്ന നിലയിലാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ഒരു നിമിഷം, കാര്യം മറ്റ് ധാരാളം വാർത്തകളുണ്ട്, മുല്ലപ്പെരിയാർ അടക്കം. മാത്രമല്ല ഇത് ദിവസം മുഴുവൻ ഈ വാർത്ത ചർച്ച ചെയ്യും. ഈ ദിവസം മുഴുവൻ ബന്ധപ്പെട്ടവരുടെ പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ഒറ്റ ചോദ്യം പെട്ടെന്ന്, കാര്യം നമുക്ക് ഇനി ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കും മുല്ലപ്പെരിയാറിലേക്കും അതുപോലെ തന്നെ യോഗയിലേക്കും പോകേണ്ടതുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ അധികൃതർ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, കോടതിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോടതിയുടെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗം തങ്ങൾ നടപ്പിലാക്കുന്നു എന്ന ഒരു ന്യായീകരണമാണ് കൃത്യമായി അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആളുകളടക്കം അവിടെ വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ തങ്ങൾക്ക് ഈ ഭൂമിക്ക് അവകാശമുണ്ട് എന്നും തുടർ നടപടികൾ സുതാര്യമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഭൂമിക്ക് വേണ്ടി അവർ കയറി ഇറങ്ങുമ്പോൾ അവർ നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി പുറപ്പെടുവിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിൽ മാത്രമുള്ള കേസാണ്. താൽക്കാലികമായി മാത്രമാണ് ചില നിയമപരമായി അതിന്റെ പോക്കുവരവ് നീക്കങ്ങൾ തടഞ്ഞിരിക്കുന്നത്. അവിടെയാണ് തങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ രേഖകൾ സഹിതം അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ഇത് ദാനമായി ലഭിച്ച ഭൂമിയാണ്, അത് ദാനമായി നൽകിയിരിക്കുന്ന, സമ്മാനം എന്ന രീതിയിൽ കൈമാറിയിരിക്കുന്ന ഭൂമിയാണ്. ഒരിക്കലും ഒരു വഖഫ് എന്ന രീതിയിൽ കൈമാറിയിരിക്കുന്നതല്ല. അത് പിന്നീടുള്ള രേഖകളിലെല്ലാം തന്നെ വ്യക്തമാകുന്നുണ്ട്. 1975 ഹൈക്കോടതി ഉത്തരവിലടക്കം ഇത് വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും ഒരു ജനതയെ ആകെ, അല്ലെങ്കിൽ ഒരു പ്രദേശമാകെ, നമുക്കറിയാം 405 ഏക്കർ എന്നെല്ലാമാണ് അവകാശവാദം. അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് അത് കടലെടുത്ത ഭൂമി അടക്കമാണ്. ജജീഷ്, ഇക്കാര്യത്തിൽ എന്തായാലും ഇതിന്റെ നിയമവശങ്ങൾ നിയമവിദഗ്ധരെ വഴി തന്നെ നമ്മളിത് ചർച്ചയ്ക്ക് വിധേയമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ധാരാളം പ്രതികരണങ്ങൾ വരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് പറയാം എന്നാണ് ഓർത്തത്. പുറത്തു വന്നുകൊണ്ടതിന് PRP കുറുപ്പ് സർ, താങ്ക് യു. നന്ദന, ജനൻ TV നിരന്തരം ചർച്ച ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യാം. ഹരിനാരായണൻ, ജനൻ TVക്ക് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് അരുൺ, എസ്പെഷ്യലി അരുൺ ആലത്തൂർ, തീർച്ചയായിട്ടും അരുണിന്റെ ഒരു അതിർത്തി കടന്നുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ശ്രീ രാധാകൃഷ്ണൻ വൈകുണ്ഠമില്ല, ചിറക്കലിനല്ല ഇനി ഒരിടത്തും പിടിച്ചെടുക്കൽ നടക്കില്ല എന്നുള്ളതിന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ ഭേദഗതി ബില്ല്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സ്ഥിരം പ്രേക്ഷകരെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പെട്ടെന്ന് ഒന്ന് പോയി. എല്ലാവരുടെയും ആശങ്കയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്ന സംഭവത്തിന് പിന്നാലെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കി പണിയണം എന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. ഇടതു വലത് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഈ ഡാം നിർമ്മാണം വൈകാൻ ഇടയാക്കിയതെന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. 1971 ഇത് പുതുക്കി പണിയണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ അണക്കെട്ടാണ് ഇപ്പോഴും ആശങ്ക വർദ്ധിപ്പിച്ച് വിവാദത്തിൽ തുടരുന്നത്. ഇപ്പോൾ ഇങ്ങനെ അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലും അതിൻ്റെയൊക്കെ ഭീകരതയുമൊക്കെ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെ പറ്റിയുള്ള ആശങ്ക ഇരട്ടിയാക്കുകയാണ്.
കേരളത്തിലെ അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരതയും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെപ്പറ്റി ആശങ്കയുയർത്തതിനിടെയാണ് തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്ന സംഭവം കൂടി ഉണ്ടായത്. കോൺക്രീറ്റ് ഇല്ലാതെ നിർമ്മിച്ച രാജ്യത്തെ 2 വലിയ അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാറും തുംഗഭദ്രയും. തുംഗഭദ്രയിലുണ്ടായ അപകട പശ്ചാത്തലത്തിൽ കേരള ജനതയുടെ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 129 വർഷം മുൻപ് നിർമ്മിച്ച ഡാം ഇന്നും പേടി സ്വപ്നമായാണ് കേരളത്തിലെ 5 ജില്ലകൾ കാണുന്നത്. ഡാം നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇതിന്റെ അറ്റകുറ്റപ്പണികളടക്കം കൃത്യമായി നടക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. ഇതിനു പിന്നാലെയാണ് മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കുന്ന നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. മാറി മാറി കേരളം ഭരിച്ച ഇടത് വലതു മുന്നണികളുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഡാം പുതുക്കി പണിയാനോ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നീക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഡാം പുനർനിർമ്മിക്കുന്നതിൽ ഗുരുതര വീഴ്ചകളാണ് ഉണ്ടായത്. പുതിയ ഡാം പണിയണമെന്ന ആവശ്യം നാളുകളായി ഉയർന്നതാണ്. 4 ലക്ഷത്തോളം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ ആശങ്ക ജലബോംബായി തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാകുന്നത്. തമിഴ്നാടിനെ സംരക്ഷിക്കാനും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രീണനത്തിനുമായി ഇടത് വലതു മുന്നണികൾ നിന്നു എന്നാണ് വിമർശനമുയരുന്നത്. വിദഗ്ധരടക്കം പലതവണ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്കയറിയിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ മാറ്റങ്ങളും നടപടികളും ഉണ്ടായിട്ടില്ല. 1971 സി അച്യുതമേനോന്റെ ഭരണകാലത്ത് ഡാം പുതുക്കി പണിയണമെന്ന ആവശ്യം വിദഗ്ധർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. എന്നിട്ടും വർഷങ്ങൾക്കിപ്പുറവും മറ്റൊരു ഇടത് സർക്കാരിന്റെ കാലത്ത് നടപടികൾ എങ്ങുമെത്താതെ ഇങ്ങനെ തുടരുകയാണ്. ജനം, തിരുവനന്തപുരം. എന്തായാലും ഈ ചർച്ചയാണ് ഇന്നലെ ജനം TV ഇതും ചർച്ച ചെയ്തു. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇപ്പോഴും പലരും തുറന്നു പറഞ്ഞിട്ടില്ല. ചില നേതാക്കളെങ്കിലും ഇനി പറയണം. പണ്ട് വാഴ്ത്തിപ്പാടിയ പല പ്രമുഖരും യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹം സംസ്ഥാനത്തോടായിരുന്നോ അതോ മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ തമിഴ്നാടിനോടായിരുന്നോ എന്നുള്ളത് പറയണം. എന്തായാലും പെട്ടെന്ന് യോഗയുടെ സമയമാണ്. നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പത്മാസനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു. അതിനുവേണ്ടി നമ്മൾ 3-4 ആസനങ്ങൾ നമ്മൾ തനിയെ പഠിച്ചു. റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ നമ്മളുടെ ശരീരം, പ്രത്യേകിച്ച് കാൽഭാഗവും ഇടുപ്പ് ഭാഗവും നന്നായിട്ട് അയഞ്ഞു വന്നിട്ടുണ്ട്. ഈ അയവ് വന്നതിന് ശേഷം, ഫ്ലെക്സിബിലിറ്റി വന്നതിന് ശേഷം പത്മാസനം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം പത്മാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കാലുകൾ നീട്ടി വയ്ക്കാം. കാല് നന്നായിട്ടൊന്ന് കുടയുക, നിവർന്നിരിക്കുക. ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നിവർന്നിരിക്കണം. കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കണം. ആദ്യം വലത്തെ കാല് മുട്ടിൽ നിന്ന് മടക്കി ഇടത്തെ തുടയുടെ അങ്ങ് അറ്റം വയ്ക്കുക. അതായത് ഇടുപ്പിനോട് ചേർത്ത് മാക്സിമം വയ്ക്കുക. ചേർത്ത് വച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പതുക്കെ സാവധാനത്തിൽ ഇടത്തെ കാൽമുട്ട് മടക്കി നമ്മൾ വലത്തെ മുട്ടിനോട് വന്നതിന് ശേഷം വളരെ പതുക്കെ നമ്മളുടെ കാല് ഒന്ന് കുഞ്ഞുങ്ങൾ എടുക്കുന്ന പോലെ എടുത്ത് മറ്റേ കാലിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. 2 മുട്ടുകളും താഴ്ത്തി കൈകൾ ചിന്മുദ്രയിൽ വെച്ച് നിവർന്നിരിക്കുക. കണ്ണുകൾ അടച്ച് റിലീസ് ചെയ്യുമ്പോൾ കണ്ണുകൾ തുറക്കാം. അവസാനം വെച്ചത് നമ്മൾ ഇടത്തെ കാലാണ്. ആദ്യം ഇടത്തെ കാല് തന്നെ നമ്മൾ മുന്നിലേക്ക് നീട്ടി വയ്ക്കണം. ശേഷം നമ്മളുടെ വലത്തെ കാല് നീട്ടി വയ്ക്കുക. ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നവർക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം കൈ ബാക്കിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളിന്ന് പത്മാസനം ചെയ്തു അല്ലേ? ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലവർ നമ്മൾ പ്രതീക്ഷ പോലെ കാല് ഇടുപ്പിലിരിക്കണം എന്നില്ല. ചിലപ്പോൾ കാല് വഴുതി ഇങ്ങനെ ചറുകി പോകുന്ന പോലെ തോന്നും. ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോകരുത്. നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മളുടെ കാലിരിക്കുന്നത് ആ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ഒരു 10 സെക്കൻഡ്, പിന്നെ ഒരു 20 സെക്കൻഡ്, അങ്ങനെ കൊണ്ടുപോവുക. ബുദ്ധിമുട്ട് തോന്നുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പാദത്തിൻ്റെ ഈ ഭാഗത്ത് ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ ടൈറ്റ്, നമുക്ക് ഇറുക്കം ഫീൽ ചെയ്യുന്ന നമ്മളുടെ മുട്ടിൻ്റെ മുകളിലും ആയിരിക്കും. ഓക്കെ. പിന്നെ പ്രയാസം വരുന്നവരാർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഈ തുട വണ്ണമുള്ള വ്യക്തികൾക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. സാരമാക്കേണ്ട. റെഗുലറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ആസനങ്ങളും കൂടെ കുറച്ച് അധികം നാൾ പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് പത്മാസനം ചെയ്യാൻ പറ്റും. പത്മാസനം ഒരു മെഡിറ്റേറ്റീവ് ആസനമാണെങ്കിൽ കൂടിയും ഇതിന് ഒത്തിരി തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് ഉണ്ട്.
നമ്മളുടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്യുന്നത് അല്ലേ, കാല് മടക്കി വയ്ക്കുക, മറ്റൊരു കാല് എൻ്റെ പുറത്ത് വയ്ക്കുക എന്നുള്ള. അപ്പോൾ മനസ്സിൻ്റെ ശക്തി, നമ്മളുടെ വിൽ പവർ കൂട്ടാനായിട്ട് സാധിക്കും. ഒരു പോയിന്റിൽ തന്നെ ഏകാഗ്രതമായിട്ട് നോക്കി ഇരിക്കാനായിട്ട് നമ്മളിതിന് സഹായം ചെയ്യും. കാരണം നമ്മൾ ലോക്കായിട്ടിരിക്കുവാണ് അല്ലേ, അപ്പോൾ ആ ലോക്കായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് നിവർന്ന് ഇരുന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികൾ കാൽമുട്ട് അധികമായിട്ട് വേദനയുള്ള തേയ്മാനമുള്ളവർ, ഇടുപ്പിന് തേയ്മാനമുള്ളവർ, റീസെൻ്റായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സ്പൈൻ സർജറിയോ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർ ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും റെഗുലറായിട്ട് ചെയ്യാവുന്ന ഒരു മെഡിറ്റേറ്റീവ് ആസനമാണ് പത്മാസനം. നന്ദി, നമസ്കാരം. പുത്തൻ പുലരിയിലെ പല സെഗ്മെന്റുകളും നമ്മുടെ വയനാടിന് ശേഷം കാണിക്കാൻ സാധിച്ചിരുന്നില്ല. ഒന്നൊന്നായി തിരികെ എത്തിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോർ സെഗ്മെന്റ് ഒന്ന് കാണാം. എക്സ്പ്ലോറർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നോട് പറഞ്ഞു കുറച്ച് സമയത്തേക്ക് മിണ്ടരുത്, എനിക്ക് പ്രേക്ഷകരെ ഒരു പ്രധാന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോളാം. 15 മിനിറ്റ് നിരന്തരമായി സംസാരിക്കുകയല്ലായിരുന്നു. ഏതായാലും ഡൽഹിയിലെ ദേശീയ ബ്യൂറോയിലെ നന്ദഗോപൻ നടത്തിയ ഒരു യാത്രയുടെ ദൃശ്യങ്ങളാണ്. കൈലാസ പർവ്വതവും അനവധി ക്ഷേത്രങ്ങളിലും ഉൾക്കൊള്ളുന്ന പ്രദേശമായതിനാൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന് ദേവഭൂമി എന്ന വിശേഷണം കൂടിയുണ്ട്. ഗംഗാനദിയുടെ സാന്നിധ്യവും ഉത്തരാഖണ്ഡിനെ വിശുദ്ധമാക്കുന്നു. ഉത്തരാഖണ്ഡിലേക്കുള്ള തീർത്ഥാടന പാത ആരംഭിക്കുന്നത് ഹരിദ്വാറിൽ നിന്നാണ്. കാണാം ഹരിദ്വാറിന്റെ വിശേഷങ്ങൾ. ഡൽഹിയിൽ നിന്ന് യാത്രയാരംഭിച്ചാൽ റോഡ് മാർഗമോ ട്രെയിൻ മാർഗമോ ഹരിദ്വാറിലെത്താം. 225 കിലോമീറ്ററാണ് ദൂരം. ഏകദേശം 4 മണിക്കൂർ നേരത്തെ യാത്ര. ഉത്തരാഖണ്ഡിന്റെയും ഡൽഹിയുടെയും ഉത്തർപ്രദേശിന്റെയും സർക്കാർ ബസ്സുകൾ ഹരിദ്വാറിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ സ്വകാര്യ ബസ് സർവീസുകളും ഇടതടവില്ലാതെ ഓടുന്നു. 350 രൂപയാണ് AC സർവീസുകൾ ചാർജ് ചെയ്യുന്നത്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേനയും ഹരിദ്വാറിലെത്താം. പാക്കേജുകൾ പലതാണ്. ന്യൂഡൽഹി, ഓൾഡ് ഡൽഹി, നിസാമുദ്ദീൻ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി ട്രെയിൻ സർവീസുകളുമുണ്ട്. കേരളത്തിൽ നിന്ന് യോഗ്നഗരി ഋഷികേശ് എക്സ്പ്രസും ഹരിദ്വാറിലൂടെ കടന്നുപോകുന്നു. ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗം പുറപ്പെട്ടാൽ ഉത്തർപ്രദേശിലെ നോയിഡയും ഗാസിയാബാദും കടന്ന് മീററ്റും താണ്ടി ദേശീയപാത 58 പോകുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ്. കരിമ്പാണ് പ്രധാനം. യാത്രയിലിടയ്ക്ക് വിശ്രമിക്കാൻ ഇത്തരം ചെറിയ കടകളും വലിയ ഹോട്ടലുകളും ഇരുവശങ്ങളിൽ. മിർസാപൂർ കടന്നാൽ പിന്നെ ദേവഭൂമിയായി. ഏകദേശം 46 കിലോമീറ്റർ കൂടി താണ്ടിയാൽ ഹരിദ്വാർ എന്ന മോക്ഷകവാടത്തിൽ പ്രവേശിക്കാം. और जो आप देख रहे हो हमारा नेशनल हाईवे है NH58 हरिद्वार जाता है सीधा दिल्ली से डायरेक्ट रुड़की हरिद्वार और जी आपका ऋषिकेश देहरादून सबसे कनेक्टिव यही है. बहुत पब्लिक आती है, दूर दूर से आती हैं, आपके केरला, दिल्ली और हरियाणा से सारी जगह से बहुत लोग आते हैं स्नान करने के लिए, घूमने के लिए और सब कुछ सही है, कोई दिक्कत वाली बात नहीं है. പാലാഴിമതിന് ശേഷം ദേവന്മാരുടെ കയ്യിൽ നിന്ന് അമൃത അബദ്ധത്തിൽ തുളുമ്പിത്തെറിച്ച് വീണ ഇടങ്ങളിൽ ഒരിടമാണ് ഹരിദ്വാർ എന്ന വിശ്വാസം. പ്രധാനമായും 2 ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ചണ്ഡീദേവി ക്ഷേത്രവും മാനസാദേവി ക്ഷേത്രവും. രണ്ടും മലമുകളിലാണ്. പിന്നെയുള്ളത് ചില സന്യാസി മഠങ്ങളാണ്. ഹരിദ്വാറിലേക്ക് എത്തുമ്പോൾ യോഗാഗുരു രാം ബാബ്ദേവിന്റെ പതഞ്ജലി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും കാണാം. പതഞ്ജലിയുടെ മറ്റ് സ്ഥാപനങ്ങളും ഹരിദ്വാറിൽ തന്നെ. ഹരിദ്വാറിൽ ഗംഗാതീരത്ത് നടക്കുന്ന ആരതിയും പ്രസിദ്ധമാണ്.
പീഠഭൂമിയായ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഹരിദ്വാർ. ക്ഷേത്രങ്ങളുടെയും സന്യാസി മഠങ്ങളുടെയും ഭൂമി. ഗംഗാദേവിയുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ മണ്ണ്. ഇവിടെ ഹരിദ്വാറിലെത്തുന്ന ഭക്തജനങ്ങളെ ആദ്യം വരവേൽക്കുന്നത് ആദിശങ്കരന്റെ ഈ സ്തൂപമാണ്. ഇവിടെ ആദിശങ്കരനെ വണങ്ങിയ ശേഷമാണ് ഹരിദ്വാറിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്നത്. വരും ദിവസങ്ങളിലെ പുത്തൻ പുലരിയിൽ ഹരിദ്വാറിലെ ഓരോ വിശേഷങ്ങളായി പങ്കുവെക്കുന്നു. ഉഷാജി ചോദിക്കുന്നു ഇവിടേക്ക് എപ്പോൾ പോകാൻ കഴിയുമോ എന്തോ എന്ന്. നമുക്ക് പോകാൻ കഴിയുമ്പോൾ പോകാം. ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായില്ലേ? പക്ഷെ ഏതായാലും നമുക്ക് കാണിച്ചു തരാൻ അതാണ് എക്സ്പ്ലോറിന്റെ ഒരു മെച്ചം. നന്ദഗോപൻ ബുള്ളറ്റിൽ ഇനി തുടർ യാത്രയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഉണ്ട് ഇനി ഒരു ദർശനം, പുണ്യം ദർശനം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ് ആലുവ ശ്രീദത്ത ആഞ്ജനേയ ക്ഷേത്രം. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തോടൊപ്പം പ്രാധാന്യം നൽകി നിരവധി ഭക്തരാണ് ഇവിടെ ദർശനം നടത്തുന്നത്. പെരിയാറിന്റെ തീരത്ത് ആലുവ ദേശത്താണ് ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ദത്താത്രേയ സ്വാമിയും ആഞ്ജനേയനും ഭക്തർക്ക് അഭയമരുളുന്നിടം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഭക്തർക്ക് ആശ്രയമാണ് ഇവിടുത്തെ കാര്യസിദ്ധി ഹനുമാൻ. ആയിരത്തി 1991 ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമികളാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്രം 1991 ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വഹസ്ത ഈ ദത്താത്രേയ മഹാഗണപതി ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടു. അതിൻ്റെ ഒപ്പം 1999 ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ ദിവ്യക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ആ സമയം കൊണ്ടാണ് ഈ ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം അന്ന് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ വർണ്ണ ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ ആഞ്ജനേയ സ്വാമിക്ക് കാര്യസിദ്ധി ആഞ്ജനേയ ക്ഷേത്രം അന്ന് അറിയപ്പെടുകയായി. ദത്താത്രേയ സ്വാമി, കാര്യസിദ്ധി ഹനുമാൻ, പാതാള ഹനുമാൻ, നാഗങ്ങൾ, നവഗ്രഹങ്ങൾ എന്നീ മൂർത്തികളാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. ഇവിടെ ഗണപതി ഉണ്ട്, ദത്താത്രേയ സ്വാമി ഉണ്ട്, കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി ഉണ്ട്, വിജയാഞ്ജനേയനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, പാമ്പന്മാരുണ്ട്, പിന്നെ പഞ്ചമുഖ പാതാളാഞ്ജനേയനുണ്ട്. കാര്യസിദ്ധിക്കായി ഹനുമാൻ സ്വാമിക്ക് തേങ്ങകെട്ടൽ വഴിപാട് നടത്തിയാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിൽ തേങ്ങ കെട്ടി 41 ദിവസം വ്രതം നോറ്റാൽ ഫലം നിശ്ചയം. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ കെട്ടലാണ് ഏറ്റവും പ്രധാന വഴിപാട്. അത് ഒരു മണ്ഡലകാലം ഹനുമാൻ സ്വാമിയുടെ നടക്ക് നമ്മൾ എന്താണോ കാര്യം പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ച് നടക്ക് വെച്ച് അതവർ പൂജിച്ച് അവിടെ തന്നെ കെട്ടും. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ആ പ്രദക്ഷിണ വഴിയിൽ തന്നെ 41 ദിവസം നമ്മൾ കെട്ടണ തേങ്ങ അവിടെ തന്നെ ഇരിക്കും. ആ പൂജ കഴിഞ്ഞ് 41 ദിവസം നമ്മൾ വന്ന് അത് ആദ്യം റെസിറ്റ് നമ്മൾ പൂജിച്ച് അപ്പോൾ പ്രസാദമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് അത് പായസം അല്ലെങ്കിൽ അവൽ നിവേദ്യത്തിൽ നമ്മൾ കഴിക്കുമ്പോഴേ ആ വ്രതം വീടുള്ളൂ. ആ 41 ദിവസം നമുക്ക് പച്ചക്കറികൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നല്ല വ്രതത്തോടു കൂടി ജപിക്കാനുണ്ട് ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമഃ. അത് 108 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ജപിക്കണം. കാര്യസിദ്ധി ഹനുമാൻ, വിജയ ഹനുമാൻ, പാതാള ഹനുമാൻ എന്നിങ്ങനെ ഹനുമാൻ സ്വാമിയുടെ 3 ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പാതാള ഹനുമാൻ പ്രതിഷ്ഠ ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. പൗർണമി നാളിൽ ദത്താത്രേയ സ്വാമിക്ക് തൈലാഭിഷേകവും പാതാള ഹനുമാന് അത്തപൂജയും ഇവിടുത്തെ മുഖ്യ വഴിപാടുകളാണ്. കാര്യസിദ്ധിക്കായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഭക്തർക്കായി എല്ലാ ദിവസവും അന്നദാനവും ഹോമിയോ ആയുർവേദ ചികിത്സയും ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺ കുമാർ, ജനം, കൊച്ചി. ഇനി തൃശ്ശൂരിൽ ഒരു സമർപ്പണ രാമായണ ഫെസ്റ്റിവൽ നടന്നു. പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് അവിടെ വെച്ച് വാത്മീകി പുരസ്കാരം സമർപ്പിച്ചു. തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിലെ ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് പുരസ്കാരം സമർപ്പിച്ചത്. രാവിലെ മുതൽ ആരംഭിച്ച രാമായണ ഫെസ്റ്റിവലിൽ ഒട്ടേറെ കലാപരിപാടികളും നടന്നു. നിരവധി പേർ പങ്കെടുത്ത രാമായണ ഫെസ്റ്റിൽ കുട്ടികളുടെ രാമായണ പാരായണ മത്സരം, പ്രശ്നോത്തരി മത്സരം, തിരുവാതിരകളി, നൃത്താവിഷ്കാരം തുടങ്ങിയവയും ദിവ്യാംഗരായ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു.
സാമൂഹ്യ സമരസതയുടെ പ്രതീകാത്മക ഭാവനയായ ശബരി സൽക്കാരത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ശബരിയുടെ പ്രതീകമായി വനവാസി ഊരിലെ കാർത്യാനിയമ്മയെ ആദരിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. രാമായണം ഏഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ചൈന ഉൾപ്പെടെ, ജപ്പാൻ ഉൾപ്പെടെ, ശ്രീലങ്ക ഉൾപ്പെടെ, തായ്ലാൻഡ് ഉൾപ്പെടെ രാമായണം, അവരുടേതായ രാമായണമില്ലാത്ത ഒരു നാട് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. ആ രാമായണത്തിൽ വ്യത്യസ്തതയുണ്ടാകാം, ആത്മീയ സങ്കല്പങ്ങളെപ്പറ്റി വ്യത്യസ്തതയുണ്ടാകാം. ഇന്തോനേഷ്യയാണ് ലോകത്ത് രാമായണമേള നടത്തുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു രാജ്യമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ആളുകൾ 91% ഏകദൈവ വിശ്വാസികളാണ്. 91% പോപ്പുലേഷൻ പരമകാരുണികനായ ദൈവമായി അള്ളാഹുവിനെ സ്വീകരിക്കുന്നു, മറ്റത് സ്വീകരിക്കില്ല. പക്ഷേ അവരുടെ ഓരോ നിമിഷങ്ങളിലും ജീവിതക്രമങ്ങളിലും ഇതാ അവിടുത്തെ എയർ ഇന്ത്യക്ക് പകരം ഇന്നും ഗരുഡ എയർലൈൻസാണ്. തുടർന്ന് പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് വാൽമീകി പുരസ്കാരം സമർപ്പിച്ചു. ചിത്ര ചേച്ചിക്ക് വാൽമീകി പുരസ്കാരം സമ്മാനിക്കുന്നതാണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരു പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശിബി ചക്രവർത്തി സ്വന്തം മാംസം ദാനം ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അതെല്ലാം കഥയായി നിലനിൽക്കാതെ അതെല്ലാവരിലും പകരട്ടെ എന്നുള്ളൊരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം. ഒരുപാട് ചാരിറ്റി സമർപ്പണം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം, പാവപ്പെട്ടവരുടെ ജീവിത സൗകര്യം, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം അവരൊരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഏതായാലും വാൽമീകി പുരസ്കാരത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കർണാടിക് സംഗീതജ്ഞ ഡോക്ടർ NJ നന്ദിനിക്ക് രാമസംഗീതശ്രീ പുരസ്കാരവും സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് രാമായണ പുരസ്കാരവും നൽകി. ബഹുമാനപ്പെട്ട ഗവർണർ സമ്മാനിക്കുന്നു. രാമായണ പുരസ്കാരം ഔസേപ്പച്ചൻ മാഷിന് ബഹുമാനപ്പെട്ട ഗവർണർ സമ്മാനിക്കുന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, വിദ്യാധരൻ മാസ്റ്റർ, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, തിരൂർ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തൃശൂർ. സ്ഥിരം പ്രേക്ഷകരെല്ലാവരും തന്നെയുണ്ട്. നമസ്കാരം. അജിത് ജി, രാധാകൃഷ്ണൻ വൈകുണ്ഠം, ഉഷ, നന്ദനാർ, സന്ദീപ്, സദാനന്ദൻ നെടുതിലം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഉമാശങ്കർ രാജധാനി, എല്ലാവർക്കും നമസ്കാരം. രാജേഷ്, എബിൻ കേസിന് ഒരുവിധം സമാധാനമായി എന്ന് കരുതുന്നു. തുടങ്ങി വച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ ചർച്ച. ആഞ്ജനേയ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാർ ചർച്ച ഇന്നലെ ജനൻ TV തുടങ്ങി വെച്ചു. പിന്നെ താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പണവും സ്ഥലവും കൈപ്പറ്റി ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് കേരളത്തെ ഒറ്റുകൊടുത്തതെന്നുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ അന്വേഷണം കഴിയുമ്പോൾ പല വിഗ്രഹങ്ങളും ഇവിടെ ഉടഞ്ഞ് വീഴും. അതിനായി കാത്തിരിക്കുക. ഈ അന്വേഷണവും ഈ ചർച്ചയും ഒന്നും നിർത്തുന്നില്ല. അതുപോലെ തന്നെയാണ് വഖഫ് ബോർഡ് സംബന്ധിച്ച അന്വേഷണവും. ഓരോ തട്ടിപ്പും വഖഫ് ബോർഡിൻ്റെ പേരിൽ നോക്കൂ, എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്ന ഭരണഘടനയാണ് ഈ രാജ്യത്തുള്ളത്, ഭാരതം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനും ആരാധന നടത്താനും സ്വതന്ത്രമായി ഇഷ്ടമുള്ള ജോലി ചെയ്ത് കഴിയാനുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. പക്ഷേ ഏതിനെങ്കിലുമൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ള പേരിൽ അമിത അധികാരം അല്ലെങ്കിൽ ഇല്ലാത്ത അവകാശം കൽപ്പിച്ചു കൊടുക്കുന്നത്, അതിന് പറയുന്ന പേരാണ് പ്രീണനം എന്നുള്ളത്. അത് വേണ്ട. അങ്ങനെ ഒരു വ്യാജ മതേതരത്വം പ്രസംഗിക്കാനൊന്നും എന്തായാലും ജനൻ TVക്ക് ആവില്ല, അങ്ങനെ ഭാവിക്കാനുമില്ല. TN രാജേന്ദ്രൻ ജി നമസ്തേ.
എന്തായാലും മിനിമോൾ ചന്ദ്രിക ഫ്രം ടെക്സസ് കുറച്ച് നാളായി കണ്ടിട്ട് ആ ഭഗത്തിനെ കുറച്ച് നാളായി കാണാനില്ല. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. സഹകരണ ബാങ്കുകൾ ഇനി മുതൽ റിസർവ് ബാങ്കിന്റെ കീഴിൽ കൊണ്ടുവരാൻ പോവുകയാണെന്ന്. അതെ, ശരിയാണ്. ആഭ്യന്തരമന്ത്രി, സഹകരണത്തിന്റെ ചുമതല കൂടിയുള്ള ആഭ്യന്തരമന്ത്രിയാണ് സാക്ഷാൽ അമിത്ഷാ. നമ്പ്യാർ വന്നിട്ടുണ്ട്. പതിവ് കോട്ട നമ്പ്യാർക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്പ്യാർക്ക് ഇതൊരു ഹാരമാണ് തോന്നുന്നു. രാവിലെ ചിലർക്ക് വൈകിട്ട് ചിലത് വേണമെന്ന് പറഞ്ഞ പോലെ നമ്പ്യാർക്ക് രാവിലെ 2 ഡോസ് ഇവിടെ നിന്ന് കിട്ടണം. അത് കിട്ടിയിട്ടുണ്ട്. പിടിച്ചു നിൽക്കുന്നുണ്ട്. അതെ, നമ്പ്യാർ ഇത് ആസ്വദിക്കുകയാണ്. രാധാകൃഷ്ണ വൈകുണ്ഠം ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യനിർമ്മിത ചിറക്കൽ ചിറയും ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയ കൃഷ്ണമന്ദിരം ക്ഷേത്രം അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോറിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? ഉറപ്പായിട്ടും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം. തീർച്ചയായിട്ടും പല വാർത്തകളും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്ത പല വാർത്തകളും ഇവിടെ നിന്ന് അത് തുറന്നു പറയുകയാണ്. ഈ രാവിലെ യൂട്യൂബ് കമന്റ് ബോക്സിൽ വരുന്ന നിർദ്ദേശങ്ങൾ അതിൽ പലതും വാർത്തയായിട്ടുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അടുത്ത ദിവസങ്ങളിൽ. എബിൻ ജി, ഞാനത് കണ്ടു. വീണ്ടും അത് ഇടണ്ട. ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം. ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു. സന്ദീപ്. തീർച്ചയായിട്ടും ചില കമന്റുകൾ വായിക്കാൻ നിവൃത്തിയില്ല. അത് തീവ്ര സ്വഭാവം ഉണ്ടതാകുമ്പോൾ നമ്മൾ വായിക്കാതിരിക്കുന്നത്. ഏതായാലും പ്രേക്ഷകർ അവർ തമ്മിൽ അത് കാണുന്നുണ്ടല്ലോ. ഏതായാലും മുല്ലപ്പെരിയാർ വിഷയവും നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്ത മുല്ലപ്പെരിയാർ വിഷയമായിക്കോട്ടെ, വഖഫ് ബോർഡ് വിഷയമായിക്കോട്ടെ, പ്രേക്ഷകർ വളരെ സജീവമായി തന്നെ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലതരത്തിൽ വരുന്നുണ്ട്. ഓരോരുത്തരുടെയും അഭിപ്രായമാണ്, സ്വന്തം അഭിപ്രായമാണ്. അതുകൊണ്ട് നമ്മളത് വായിക്കാതിരിക്കുന്നത് കൂടി നല്ലതാണ്. ഏതായാലും നമ്മളിത് ഈ വാർത്തകൾ കൊണ്ടുവരുന്നതിനെ അവർ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും. ഞാൻ പറഞ്ഞല്ലോ, കരുത്ത് നിങ്ങൾ തന്നെയാണ്. ഏതായാലും മുടങ്ങിപ്പോയ സെഗ്മെന്റുകൾ ഓരോന്നായി തുടരുന്നു. മാത്രമല്ല, ഇനിയും കഴിഞ്ഞിട്ടില്ല. വാർത്തകൾ ഈ പറയുന്ന വഖഫ് അടക്കം ബംഗ്ലാദേശ് വരാനിരിക്കുന്നേ ഹെഡ്ലൈൻസിന് ശേഷം. ഷിരൂരിലെ തിരച്ചിലിന്റെ വാർത്ത വരാനിരിക്കുന്നു ഹെഡ്ലൈൻസിന് ശേഷം. നമ്മുടെ പ്രേക്ഷകർ സ്ഥിരം ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ സമയകൃത്യത, സമയനിഷ്ഠ പാലിച്ചു കൊണ്ടാണ്. സമയനിഷ്ഠയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 7:59 8ലേക്ക് അടുക്കുന്നു. നമുക്ക് പെട്ടെന്ന് പോകാം. പെട്ടെന്ന് ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ ഒന്ന് കണ്ടുവരാം. തമിഴ്നാട് തിരുച്ചെന്തുറയിൽ ക്ഷേത്രങ്ങളടക്കമുള്ള 389 ഏക്കർ ഭൂമി കൈയടക്കാനുള്ള വഖഫ് ബോർഡ് നീക്കത്തിൽ ഇടപെടൽ. ഭൂമി രജിസ്ട്രേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് തിരുച്ചിറപ്പള്ളി ജില്ലാ കളക്ടർ. പരിഹാരം RDOയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ജനം ബിഗ് ഇംപാക്ട്. ചെറായിലും സ്വകാര്യ ഭൂമിയിൽ കണ്ണുവച്ച വഖഫ് ബോർഡ്. മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താൻ ശ്രമം. പ്രക്ഷോഭത്തിന് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്തെ ജനത. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചാലിയാറിലും മുണ്ടേരിയിലും തിരച്ചിൽ. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട്ട് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങും. നാവികസേന സോണാർ പരിശോധന നടത്തും. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് വിലയിരുത്തിയ ശേഷം മുങ്ങൽ വിദഗ്ധർ ഇറങ്ങുന്നതിൽ തീരുമാനം. സർക്കാരിന് തിരിച്ചടിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥരുടെ കൂട്ടപ്പലായനം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറി കൂടുതൽ IASകാർ. കേന്ദ്ര സർവീസിലേക്ക് മാറിയത് ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെ 3 മുതിർന്ന IAS ഉദ്യോഗസ്ഥർ. വിനേഷ് ഫോഗട്ടിന് മെഡൽ ലഭിക്കുമോ എന്ന് ഇന്നറിയാം. അപ്പീലിൽ രാജ്യാന്തര തർക്ക പരിഹാര കോടതിയുടെ വിധി ഇന്ന്. ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് താരങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് PT ഉഷ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് പനിയടിച്ച് വീട്ടിൽ കിടക്കുന്ന ദിവസങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. ദിവസങ്ങളായി രാവിലെ ഹെഡ്ലൈൻസ് കഴിഞ്ഞാൽ ഉടനെ കൃത്യമായി അത് അങ്ങനെ തന്നെ തീരുമാനിച്ച് ചെയ്തതാണ് പോകുന്നത്. ബംഗ്ലാദേശ് വിഷയം ചർച്ച ചെയ്യാനാണ്. മിക്കവാറും എല്ലാ ദിവസവും ഗൗതം അനന്തനാരായണൻ തന്നെ ഈ അപ്ഡേറ്റ്സുമായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഇനി അത് എടുത്തു പറയാൻ കാരണം, ബംഗ്ലാദേശിൽ നടന്ന കലാപത്തെക്കുറിച്ച് മിണ്ടാൻ ആദ്യം പല മാധ്യമങ്ങൾക്കും മടിയായിരുന്നു. ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിന്റെ യഥാർത്ഥ വാർത്ത പുറത്തുവിടാൻ മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല. ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പേരിൽ ഒന്ന് അപലപിക്കാൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് തയ്യാറായത് ഇന്നലെയാണ്. ആ അപലപനത്തിൽ പോലും ചിലത് മറച്ചു വയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് മിണ്ടുന്നില്ല. 1. 2,
ഈ അപലപനത്തിന്റെ കൂട്ടത്തിൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ തല്ലിക്കൊന്ന് തലകീഴായി കെട്ടിത്തൂക്കിയിരുന്നു. അപലപിച്ചതിൽ അതില്ല, ഒരു അനുശോചനവും ഇല്ല. എന്തായാലും ഈ സാഹചര്യത്തിലാണ്, മാത്രമല്ല പ്രേക്ഷകർ വളരെ കൃത്യമായും വ്യക്തമായും പറയുന്നുമുണ്ടായിരുന്നു ഇതൊന്നും മറ്റു മാധ്യമങ്ങളിൽ കാണുന്നില്ല എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ അപ്ഡേറ്റിലേക്കും ഗൗതമിലേക്കും പോകാം. ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയെന്ന മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ. അതിർത്തി കടക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മേഘാലയ മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അതിർത്തിയിലെ സാഹചര്യം ചർച്ച ചെയ്തെന്ന് കോൺറാഡ് സാങ്മ പറഞ്ഞു. നന്ദഗോപനാണ് ഇന്ന് ചേരുന്നത്. നന്ദഗോപൻ, നമസ്തേ. നന്ദഗോപന്റെ എക്സ്പ്ലോറർ അല്പം മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നു ഹരിദ്വാറിലേക്ക്. പക്ഷേ ഇത് കുറെ കൂടി ഗൗരവമുള്ള വിഷയമാണ്. ഈ കോൺറാഡ് സാങ്മ ഇക്കാര്യം പറഞ്ഞത് അതിർത്തിയിൽ നിന്ന് വീണ്ടും അനധികൃത കുടിയേറ്റം ഉണ്ടാകും എന്നുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിലാണോ? നമസ്തേ. നമസ്തേ. അതായത് പ്രധാനമായും ഭാരതത്തിൻ്റെ 4 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നു. ഒന്ന് പ്രധാനമായും ത്രിപുര, അതേപോലെ തന്നെ ആസാം, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നു. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ അടുത്തിടെ ഉണ്ടായ ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലേക്ക് നിരവധി ബംഗ്ലാദേശികൾ കുടിയേറുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിലെ വലിയ ജയിലുകൾ, അവിടെ ജയിലുകളൊക്കെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് തടവുകാർ പോകുന്നു. അവർ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് വിവരവും ഈ അടുത്തിടെയാണ് വന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 4 സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് അസമും അതേപോലെ തന്നെ മേഘാലയയും അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും അതിർത്തിയിൽ ഇപ്പോൾ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഈ 4 സംസ്ഥാനങ്ങളുടെയും സ്ഥിതിഗതികൾ, അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വേണ്ടി പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ BSFും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ സൈന്യമടക്കമുള്ള കൂടുതൽ ഫോഴ്സിനെ ഈ അതിർത്തികളിലേക്ക് വിന്യസിക്കുവാൻ വേണ്ടി തീരുമാനമായി. അതേപോലെ തന്നെ രാത്രികാലങ്ങളിലടക്കമുള്ള പെട്രോളിംഗ് ശക്തമാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനിച്ചു. മറ്റ് സാധ്യതകൾ, അതായത് പ്രത്യേകിച്ച് ഭാരതം ഇപ്പോൾ കൂടുതൽ ജാഗ്രതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതയിലേക്ക് ഭാരതം പോയിക്കൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് 15-ന് ഇതിൻ്റെ ഭാഗമായി തന്നെ രാജ്യതലസ്ഥാനത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BSFിൻ്റെ അടക്കം കൂടുതൽ ട്രൂപ്പിനെ അവിടെ നിയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിമാരും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം സംസ്ഥാന തലത്തിൽ ചേർന്നിരുന്നു. അതാത് മുഖ്യമന്ത്രിമാർ സംസ്ഥാന തലത്തിൽ യോഗം ചേർന്ന് സംസ്ഥാന പോലീസുമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. മാത്രമല്ല സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിമാരുമായും സംസ്ഥാന മുഖ്യമന്ത്രിമാർ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിയുമായി പ്രത്യേക യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് അതാത് സംസ്ഥാനങ്ങളുടെ സ്ഥിതിഗതികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പോലീസിനെ അതാത് സംസ്ഥാന അതിർത്തിയിൽ കൂടുതൽ വിന്യസിക്കാൻ തീരുമാനിച്ചു. അതിന് പുറമെയാണ് കേന്ദ്ര സേനയുടെ കൂടി കൂടുതൽ ഒരു ശക്തമായ ഇടപെടൽ ഈ ഒരു അതിർത്തിയിലേക്ക് ഉണ്ടാകുന്നത്. ഭാരതത്തിലേക്ക് ഇത്തരം ബംഗ്ലാദേശികൾ തിരികെ എത്താം. അതിനു മുമ്പ് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ പറഞ്ഞതൊന്ന് കേട്ടിട്ട് വരാം. കാര്യം മറ്റു ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ സമയത്ത് അതിർത്തിയുമായി ബന്ധപ്പെട്ട്. കോൺറാഡ് സാങ്മയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. Today the Honorable Deputy Chief Minister of Meghalaya and myself had a review meeting along with the Home Minister of India, Shri Amit Shah ji, to review the overall situation at the border area, keeping in mind the current situation that the country of Bangladesh is going through. In the review meeting, we have briefed the Honorable Home Minister that there was good work that is going on by the BSF and the Army, and very strict monitoring is being done currently by these two forces. And at the same time, the Meghalaya police also is on high alert. We also informed him that we have put night curfew all along the international border to further strengthen the overall security scenario in the border zone. നന്ദൻ,
തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിൽ പിന്നെ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുന്നു മേഘാലയ മുഖ്യമന്ത്രി. പക്ഷേ വൈകിപ്പോയോ? അനധികൃതമായി കൊണ്ടുവരേണ്ടവരെയൊക്കെ കൊണ്ടുവന്ന വോട്ട് ബാങ്കുകൾ പലയിടത്തും സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടില്ലേ നന്ദഗോപൻ? തീർച്ചയായിട്ടും. കാരണം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നേരത്തെ തന്നെ ശ്രദ്ധേയമായിരുന്നു. മാത്രമല്ല വലിയ വിമർശനം അതിനെതിരെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിൽക്കാൻ കഴിയാത്ത മുഴുവൻ ആൾക്കാരും ഭാരതത്തിലേക്ക് വരാനും അവിടെ പശ്ചിമ ബംഗാളിൽ അവർക്ക് അഭയം നൽകുവാൻ തങ്ങൾ തയ്യാറാണ് ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന സാഹചര്യം. അത്തരം സാഹചര്യം അത് വലിയ വിമർശനമുണ്ടായി. ഒരു മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ നിന്നല്ല അവിടെ മമത അത്തരത്തിലൊരു വാക്ക് മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാണപ്പെട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ട് ബാങ്ക് അതുതന്നെയാണ് ലക്ഷ്യം. വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ കൂടുതൽ കുടിയേറ്റക്കാരെ ഈ ബംഗാളികളെ കൂടുതൽ ഭാരതത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ അതിർത്തിയിൽ ഇത്തരത്തിൽ കർശനമായൊരു സുരക്ഷാ സംവിധാനം ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത് അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു അതിർത്തിയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ അവിടെ കർശനമായ സുരക്ഷ ഒരുക്കിയത് അവിടെ നടക്കുന്ന ഈ ഒരു കലാപങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് ഇത്തരമൊരു വിദ്യാർത്ഥി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴേ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇത് കൈവിട്ട ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ അവിടെ നിന്നും പലായനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലും ഭാരതത്തിലേക്കാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വിവിധ സേനാ വിഭാഗത്തിനും സർക്കാരിനും നൽകിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യം മുതൽ തന്നെ കർശനമായൊരു സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞു. അതായത് ഈ കലാപശേഷം ഭാരതത്തിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും കൂടുതൽ ആൾക്കാർ കടന്നു വരുവാനുള്ള സാധ്യതകളെല്ലാം പൂർണ്ണമായും അടച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനു മുൻപേ തന്നെ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഈ ബംഗ്ലാദേശികൾ ധാരാളമായി ഭാരതത്തിലേക്ക് കടന്നുകൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രതിഫലനം നമുക്ക് കേരളത്തിൽ പോലും അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലടക്കം വലിയ രീതിയിൽ ബംഗ്ലാദേശികൾ കുടിയേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെ കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതായിരുന്നു. എന്നാൽ കേരളമടക്കം ഇത്തരം ഇടതുപക്ഷവും അതേപോലെ തന്നെ ഈ പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ ഇത്തരക്കാർക്ക് അഭയം നൽകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അവരുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇത്തരം സംസ്ഥാനങ്ങൾ അവർ ഒളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഭാരതീയർ എന്ന പേരിൽ അവർ ഒളിഞ്ഞിരിക്കുന്നു. അത് ഭാവിയിൽ ഭാരതത്തിന് സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരം അഭയാർത്ഥികളെ അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് കടന്നുകൂടിയ ബംഗ്ലാദേശികളെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ കൊടിയ ക്രിമിനലുകൾ ബംഗ്ലാദേശിലെ ജയിലുകൾ ചാടിയ ഒരു സാഹചര്യത്തിൽ അവർ ഭാരതത്തിലേക്ക് കടക്കുമെന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ബംഗ്ലാദേശിൽ നിന്നും കൂടുതൽ ആൾക്കാർ ഭാരതത്തിലേക്ക് കടന്നു വരുവാനുള്ള എല്ലാ സാധ്യതകളും സംസ്ഥാന സർക്കാർ അടച്ചിരിക്കുകയാണ്. അതാണ് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുമായി ഈ വിഷയം ചർച്ച ചെയ്ത് ഈ അതിർത്തികളിൽ സംസ്ഥാന പോലീസുമായി ചേർന്നുകൊണ്ട് കാര്യം കേന്ദ്ര സേനയുടെ എത്ര ഇടപെടലുണ്ടായാലും സംസ്ഥാന പോലീസിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നത് പോലെ മറ്റ് കേന്ദ്ര സേനകൾക്ക് അവിടെ ആക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിൻ്റെ സഹകരണം കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ 4 സംസ്ഥാനങ്ങളിലെയും അതിർത്തിയിൽ ഇപ്പോൾ കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. നന്ദഗോപൻ ആണ് ഈ വിവരങ്ങളുമായി ചേർന്ന്. നന്ദൻ, ബംഗ്ലാദേശിലെ ഡെവലപ്മെന്റ്സ് തുടർന്നുള്ള ബുള്ളറ്റിനുകൾ ഹാപ്പനിങ് അവേഴ്സിൽ അപ്ഡേറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വീണ്ടും ശിരൂരിലെ അല്ലേ, കാരണം അവിടെ മണ്ണിടിച്ചിലിൽ കാണാതെ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കാർവാറിൽ ചേർന്ന ഒരു അവലോകന യോഗം ഉണ്ടായിരുന്നു. അതിലാണ് തീരുമാനമെടുത്തത്. നാവികസേന സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്ന് അറിയുന്നു. നമുക്കിതെല്ലാം ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിസ്നയ്ക്കൊപ്പം അർജുൻ്റെ സഹോദരി അഞ്ജു കൂടിയുണ്ട്. ദിസ്ന, എന്താണ് ഈ അവലോകന യോഗം കഴിഞ്ഞതിന് ശേഷം കുടുംബത്തെയും അറിയിച്ചിരിക്കുന്നത്, തീരുമാനമെടുത്തിരിക്കുന്നത്?
വീണ, പ്രധാനമായും ഇന്നലെ നടന്ന അവലോകന യോഗത്തിലാണ് തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായിരിക്കും ഇതിന്റെ ഘട്ടങ്ങൾ ആരംഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ സോണാർ റഡാർ ഉപയോഗിച്ച് നമ്മൾ ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിരുന്നു. അത് 4 സ്പോട്ടുകളായാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ 4ാമത്തെ സ്പോട്ടിലാണ് ഈ ലോറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ലോറിയുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തി മാർക്ക് ചെയ്യുക എന്നതാണ് 1ാം ഘട്ടത്തിൽ ആരംഭിക്കുക. തുടർന്ന് ഈ നേവി ഉദ്യോഗസ്ഥർ പുഴയിലിറങ്ങി അടിയൊഴുക്ക് പരിശോധിക്കും എന്നതാണ് മറ്റൊരു ഘട്ടം. അത്തരത്തിൽ 2 ഘട്ടങ്ങളിലായാണ് പരിശോധന നടക്കുക എന്നാണ് ഇന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്നായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് ഇന്നലെ ചേർന്ന യോഗത്തിന് ശേഷം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 നോട്ട്സിൽ താഴെയാണ് അടിയൊഴുക്ക് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഉത്തര കന്നഡ ജില്ലയിലടക്കം മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അർജുന്റെ സഹോദരി ഇപ്പം നമ്മോട് കൂടെ ചേരുന്നു. ഇപ്പോൾ അതായത് തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തികച്ചും പ്രതീക്ഷയിലാണ്. 29 ദിവസമായി, 4 ദിവസത്തേക്ക് നിർത്തിവെച്ചതായിരുന്നു. അപ്പം ഒരു ആശങ്ക ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ഇപ്പം ഇന്ന് ഏതായാലും തുടങ്ങുന്നുള്ളതിൽ കാത്തിരിക്കും. ഇന്നലെ ജിതിൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നില്ല എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കുടുംബമടക്കം ശിരൂരിലേക്ക് പോയി പ്രതിഷേധം അറിയിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമാക്കി. അതെ, വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ തന്നെയായിരുന്നു. അപ്പം ഇന്ന് അവിടെ തിരച്ചിൽ നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവർ മാത്രം ഇവിടുന്ന് പോയത്. അല്ല, നമ്മളും അവരുടെ കൂടെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, തീരുമാനിച്ചത്. നിലവിൽ അവിടെ നിന്ന് ലഭ്യമാവുന്ന അപ്ഡേഷൻസ് എന്തെല്ലാം? ഇന്ന് ഇപ്പോൾ 8:30 കൂടി നേവി അവിടെ നിന്ന് പുറപ്പെടും. 9-9:30 കൂടിയിട്ട് തെരച്ചിൽ തുടങ്ങുന്നുള്ള രീതിയിലാണ്. അവർ ഡൈവ് ചെയ്യും. പിന്നെ ആദ്യം സോണാർ വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് ഡൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അനാസ്ഥ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, കുടുംബമടക്കം. അതായത് 4 ദിവസം താൽക്കാലികമായി തിരച്ചിൽ നിർത്തുന്നു എന്ന് തന്നെയാണ് ആ ഭരണകൂടം ഉറപ്പ് നൽകിയത്. ആ ഉറപ്പിന്മേലാണ് ജിതിൻ അടക്കമുള്ള ആളുകൾ കോഴിക്കോടേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിട്ടും പല കാര്യങ്ങൾ പറഞ്ഞ്, സാങ്കേതികമായും കാലാവസ്ഥയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് തിരച്ചിൽ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? വീഴ്ച നമ്മൾ പറയുന്നില്ല, ആരും കുറ്റപ്പെടുത്താനല്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു 4 ദിവസത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ. ജിതിൻ തിരിച്ചു പോകുന്നത് അതുകൊണ്ടല്ല, മകനൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ദിവസം വന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാനും കൂടി വന്നു. ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. ഇത് തിരച്ചിൽ തുടങ്ങുമെന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 ഘട്ടങ്ങളിലായിരിക്കും. 9 മണിയോടുകൂടെ നേവി സംഘം അവിടെ എത്തുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ എത്തുകയാണെങ്കിൽ റഡാർ ഉപയോഗിച്ച് ഈ ലോറിയുടെ സിഗ്നൽ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുക. അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുന്നു, അത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നേവി അംഗങ്ങൾ ഈ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ അടിയൊഴുക്ക് കൃത്യമായി അറിയുന്നു. അതിനുശേഷം അധികൃതരെ വിവരം അറിയിച്ചതിന് ശേഷമായിരിക്കും ശിരൂരിലെ തിരച്ചിൽ പുനരാരംഭിക്കുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി ജിസ്ന, എന്തായാലും അവിടെ ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ശ്രദ്ധയും വയനാട്ടിലേക്ക് പോയി. ഇനിയും കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം നിൽക്കാം എന്നല്ലാതെ മറ്റ് എന്ത് പറയാനാണ്? ഇതിനൊപ്പം സംസ്ഥാനത്ത് വീണ്ടും ഒരു മുന്നറിയിപ്പും ആശങ്കയും ഒക്കെ ഉണരുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രവചനം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യെല്ലോ അലർട്ടും നൽകിയിരിക്കുകയാണ്. എസ് ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, പത്തനംതിട്ട, ഇടുക്കി ഈ ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്നു, മറ്റിടങ്ങളിൽ യെല്ലോ അലർട്ട്. ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? മഴ സംബന്ധിച്ച പ്രവചനം എന്താണ്? പ്രതിപിള്ള, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ടയ്ക്കും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയ്ക്കുമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ കാര്യമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെയും കാസർഗോഡ് ജില്ലയൊഴികെയുമുള്ള മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ
നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഓഗസ്റ്റ് പാതിയോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് 15-ന് ശേഷം സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്നുള്ളതായിരുന്നു മാസങ്ങൾക്ക് മുൻപേ തന്നെയുള്ള പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്. അത്തരത്തിൽ ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോഴുള്ള നിലവിലെ കാലാവസ്ഥാ വ്യതിയാനവും മാറ്റവും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതും. എന്തായാലും വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് നമുക്ക് ഈ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുകൾ തുടരുകയാണ്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിലും മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉരുൾപൊട്ടലും അടക്കമുണ്ടായ സാഹചര്യത്തിലും അത്തരം മേഖലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കണം. ഒപ്പം തന്നെ അത്തരം മേഖലകളിൽ അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ. ഒപ്പം തന്നെ അത്തരം മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ പൂർണ്ണമായും വിലക്കണം. പകൽ യാത്രകളാണെങ്കിൽ പോലും അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് നിലവിൽ തിരുവനന്തപുരത്ത് ഉള്ളത്. ഒരുപക്ഷെ നിലവിൽ അലർട്ടുകളൊന്നും ഇല്ല എങ്കിൽ പോലും മഴയ്ക്കുള്ള സാധ്യത തിരുവനന്തപുരം ജില്ലയ്ക്കും പ്രവചിക്കുന്നുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് കേരള തീരത്തുണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും വരികയാണ്. പ്രത്യേകിച്ച് മുതലപ്പുഴ അടക്കമുള്ള മേഖലകൾ, ശംഖുമുഖം അടക്കമുള്ള മേഖലകളിൽ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം ഒക്കെ തന്നെ അതീവ ജാഗ്രതയോട് വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. നാളെയും 2 ജില്ലകൾക്ക് നിലവിലത്തെ അലർട്ടുകൾ പ്രകാരം ഓറഞ്ച് അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ ആലപ്പുഴ ജില്ലയും ഒഴികെ അങ്ങനെ 3 ജില്ലകൾ ഒഴികെ നാളെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇനി 10 മണിയോടുകൂടിയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരാനുള്ളത്. അപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ട്. താങ്ക് യു വെരി മച്ച് ശാലിനി. കാര്യം എന്തായാലും തുടർന്നുള്ള മണിക്കൂറിൽ പ്രത്യേകിച്ച് 10 മണിക്കാണ് ഇനി ഏറെ പ്രാധാന്യമുള്ളത്. കാര്യം 10 മണിക്കാണ് അടുത്ത അലർട്ട് വരുന്നത്, 3 മണിക്കൂർ നേരത്തേക്കുള്ള. നമുക്ക് സമയം ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് നീങ്ങാൻ സമയമായി. സോഷ്യൽ സ്കൂപ്പ്. പെട്ടെന്ന് സോഷ്യൽ സ്കൂപ്പിലേക്ക് പോകാം. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, അതല്ലെങ്കിൽ അവിടെ നിന്ന് വളരെ റാൻഡമായി തിരഞ്ഞെടുക്കുന്ന, പ്രധാനം എന്ന് തോന്നുന്ന, ഒറ്റ നോട്ടത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാ പോസ്റ്റുകൾ ഒക്കെയാണ്. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ആദ്യത്തേത് ഹിൻഡൻബർഗ് റിസർച്ച് ആണ്. എങ്ങനെയാണ് ഇന്ത്യക്കാർ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സംതിങ് ബിഗ് ഇൻ ഇന്ത്യ കോമ്പലേഷൻ ത്രെഡ് ആണ് ഇത്. ഷോക്കിംഗ് ന്യൂസ്, ഹിന്ദുസ് ജംപ് ഇൻ ടു എ വെൽ ടു എസ്കേപ്പ് റാംപേജിംഗ് റൈറ്റേഴ്സ്. ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള കാഴ്ചയാണ്. ആ വീഡിയോ കാണിക്കുന്നില്ല. ദേ ജംപ്ഡ് ഇൻ ടു ദ വെൽ. അത് TV9 റിപ്പോർട്ടാണ്. അതായത് തീവ്ര ഇസ്ലാമികവാദികളുടെ ഭീഷണിയിൽ നിന്ന് മെഹർപൂർ ഇസ്കോൺ ക്ഷേത്രം, ഓർക്കണം ഈ ഇസ്കോൺ ക്ഷേത്രം എന്ന് പറയുന്നത് ദിവസവും അന്നദാനം സൗജന്യ ഭക്ഷണം ദാനം നൽകുന്ന ക്ഷേത്രം. ആ ക്ഷേത്രം അടക്കം കത്തിച്ചപ്പോൾ ഓടി ചെന്ന് ചാടിയ കിണറാണിത്. ഓർമ്മ വരുന്നത് ജാലിയൻവാല ബാഗാണ്. മനസ്സിലായില്ലേ? റാഡിക്കൽസ് അറ്റാക്ട്, വാൻഡലൈസ്ഡ് ആൻഡ് ബേൺ ഡൗൺ ദി ടെമ്പിൾ. ഇതൊന്നും ഒരു മാധ്യമങ്ങളിലും കാണുന്നില്ല. ഇത് അടുത്തത് ക്ലെയിം, പ്രൈം മിനിസ്റ്റർ മോദി ഈസ് വീക്കനിങ് HAL. HALന്റെ ലാഭം കൂടുന്നു. PM മോദി ഈസ് ഡാമേജിങ് LIC ലാഭത്തിലേക്ക്. സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണെന്ന്. സെൻസെക്സ്, നിഫ്റ്റി ഹിൻഡൻബർഗ്സ് റീസെന്റ് ക്ലെയിംസ്, അതും നമുക്ക് കാണാൻ കഴിയുന്ന വാർത്ത. അതായത് ഒരു ഭാഗത്ത് രാഹുലിന്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ, മറുഭാഗത്ത് യാഥാർത്ഥ്യം വ്യക്തമാണ്. ജയചന്ദ്രൻ CICCയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നിഷ്കളങ്കതയുടെ ചേർത്ത് നിർത്തലിന്റെ ചിത്രം. വളരെ എഫക്റ്റീവായ ഒരു ചിത്രമാണ് ഇത്. കമന്റ് മുഴുവൻ വായിക്കണം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ജയചന്ദ്രൻ CICC ആരാണെന്ന് എന്റെ ഫേസ്ബുക്ക് സുഹൃത്താണ്. ഞാൻ പ്രധാനമന്ത്രി മോദിയുടെ പാർട്ടിക്കാരനോ ആരാധകനോ അല്ല. ഇതൊരു സ്നേഹം ചിത്രമാണ്. ഒരു മുത്തച്ഛന്റെ വാത്സല്യം അതിൽ കാണാം. അതെടുത്ത് പറയാൻ കാരണം, ഞാൻ പ്രധാനമന്ത്രിയുടെ ആരാധകനോ പാർട്ടിക്കാരനോ അല്ല എന്ന് പറയാൻ കാര്യം,
അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികരാണ് ജയചന്ദ്രൻ. CICC ബുക്സ് അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ സാഹിത്യകാരന്മാരുടെയും പത്ര മാധ്യമ ചാനൽ ലേഖകരുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലെ എല്ലാ ജേർണലിസ്റ്റുകളുടെയും ഒരു സംഗമ കേന്ദ്രമാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. തീർന്നിട്ടില്ല. മഹാരാജാസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മഹാരാജകീയത്തിൻ്റെ അധ്യക്ഷനാണ് ദീർഘകാലമായി അദ്ദേഹം. മഹാരാജാസുമായി ബന്ധപ്പെട്ട് വളരെ അഭിമാനത്തോടു കൂടി മഹാരാജാസ് വിശേഷങ്ങൾ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നയാളാണ് ജയചന്ദ്രൻ. CICC. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരല്പം പോലും രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം പ്രസക്തമാകുന്നത്. ഇത് അഭിനയമല്ല, ഇത് ഫോട്ടോഷൂട്ട് അല്ല എന്നുള്ള കമന്റുകൾ ഇന്നലെ വന്നിരുന്നു. അത് ജയചന്ദ്രൻ CICCയിൽ നിന്ന് വരുമ്പോൾ അതിന് കുറച്ചുകൂടി ആ സന്ദേശത്തിന് വ്യക്തതയുണ്ട്, ശക്തിയുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് വിളിക്കുന്നുണ്ട് ഞാൻ. മഹാരാജകീയത്തിൻ്റെ ജയചന്ദ്രൻ CICC. അടുത്ത് നോക്കാം. ടൈംസ് ഓൾജിബ്രയാണ്. മോൾഡീവ്സിൻ്റെ നടന്ന ഡെവലപ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. മോൾഡീവ്സിൽ നിന്ന് ഇതുവരെ കാത്തിരുന്ന പലർക്കും നിരാശയുണ്ടാക്കുന്ന വാർത്ത വരുന്നു. ഒഫീഷ്യലി ഹാൻഡഡ് ഓവർ 28 ഐലൻഡ്സ് ടു ഭാരത്. 28 ദ്വീപുകൾ ഭാരതത്തിന് കൈമാറിയിരിക്കുന്നു. എന്തിനാണെന്നറിയോ? ജലം, ശുദ്ധജലം എടുക്കാനും അതുപോലെ മറ്റ് സിവറേജ് പ്രോജക്ട്സിനുമാക്കി. അതായത് കുറെ നാൾ ചൈനയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നു. ഭാരതത്തെ അവിടെ നിന്ന് മെല്ലെ തള്ളി പുറത്താക്കി. ഭാരതത്തിൻ്റെ സൈന്യത്തെ അടക്കം അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. സുരക്ഷ നൽകിയിരുന്നത് ഭാരതം ആയിരുന്നു. അവിടെ അതിനു ചുറ്റും സുരക്ഷ ഒരുക്കിയിരുന്നത് ഭാരതമായിരുന്നു. അധികാരമാറ്റം വന്നതോടെ, രാഷ്ട്രീയ മാറ്റം വന്നതോടെ ഭാരതത്തെ വിട്ട് ചൈനയെ പിടിക്കാൻ പോയവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തിരികെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രത്യേകത. ബിഗ് ഡിപ്ലോമാറ്റിക് വിൻ ഫോർ ഇന്ത്യ. നയതന്ത്ര രംഗത്ത് വലിയ വിജയമാണിത്. മറ്റു പലയിടത്തും അത് കണ്ടില്ല കേട്ടോ. അടുത്ത് നോക്കാം. Mayawati urges central government to take steps to prevent violence against Hindus in Bangladesh. കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇന്ത്യ സഖ്യത്തിലെ കൂട്ടാളികൾ, ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഒക്കെ കേൾക്കുന്നുണ്ടാവും. കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായി വളരെ ഗൗരവത്തിൽ എടുക്കണമെന്നും ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ നടപടി എടുക്കണം എന്നും. ആദ്യത്തെ പാർട്ടി അധ്യക്ഷയായി മാറുകയാണ് അങ്ങനെ മായാവതി. ഈ ആവശ്യം, ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഫസ്റ്റ് ആൻഡ് ഓൺലി പാർട്ടി പ്രസിഡന്റ് ഹു റേസ്ഡ് വോയിസ് ഫോർ ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ്. അടുത്തത് ഒഡീഷ സർക്കാരിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഒഡീഷയിലെ BJP സർക്കാർ ഒരു വലിയ പ്രചാരണം, ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കാനുള്ള വലിയൊരു ക്യാമ്പയിന് തുടക്കമിടുകയാണ്. ഒഡീഷയിലെ ഈ പുതുതായി വന്ന, ആദ്യമായി അധികാരത്തിൽ വന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. They will also verify the documents of Bangladeshis who have been residing in the state for a long time. ദീർഘകാലമായി അവിടെ താമസിക്കുന്നവരുടെ രേഖകളും പരിശോധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി continues to raise suspicions about the stupendous growth. ആദ്യം കാണിച്ച ചിത്രം, ഈ ചിത്രം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവകാശങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു ട്വീറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇനി അതിന്റെ തുടർച്ചയാണ് അല്ലേ? ഇതിലെ വാർത്ത എന്താണ്? മോദി 3.0 വന്നപ്പോൾ ഇവിടത്തെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞ ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ കഴിഞ്ഞ 5 മാസം കൊണ്ട് 46.49 46.5 ലക്ഷം രൂപയാണ് കേവലം 5 മാസം കൊണ്ട് ഭാരതത്തിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിട്ട് രാഹുൽ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അടുത്ത് നോക്കാം. അപ്പോൾ സോഷ്യൽ സ്കൂപ്പിന്റെ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ തീരുന്നു. ഇനി ഇതാ നമ്മൾ സംപ്രേഷണം ചെയ്യാതിരുന്ന ചില സെഗ്മെന്റുകൾ ഇനി ബാക്കിയുണ്ട്. വേറെന്തെങ്കിലും ചില കമന്റുകളുണ്ട്. നമുക്ക് ആ കമന്റുകളിലേക്കൊന്ന് വളരെ പെട്ടെന്ന് പോയി വന്നാൽ. നമസ്തേ ജനം TVക്കും പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഗോപിനാഥ് ചെറുകുന്നത്ത്. പ്രതിഭട്ട വീണ ചേച്ചി കോമ്പിനേഷൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രകാശൻ ചാഴിയോട്ടിൽ നമ്മുടെ കോസ്റ്റ്യൂം സൂപ്പറാണെന്ന് നേരത്തെ ആരോ പറഞ്ഞ് ഞാൻ വിട്ടുപോയി. ജനം TV നമസ്തേ. ലക്ഷ്മണൻ പറയുന്നു. ഗീത ജോൺ ഗുഡ് മോർണിംഗ് പറയുന്നു. സന്തോഷ് നമസ്തേ ടീം ജനം. ഗുഡ് മോർണിംഗ്. ഐ എം ബാലകൃഷ്ണൻ ഫ്രം പാലക്കാട് നാഗരിപുരം.
വഖഫ് ബോർഡിനെ ഈ കളി പുറത്തു കൊണ്ടുവന്ന ടീം ജനത്തിന് അഭിനന്ദനങ്ങൾ. രാജൻ പയ്യന്നൂർ. ഒപ്പം പ്രതിപെട്ട ജനം TV കുടുംബത്തിലെ എല്ലാവർക്കും സ്നേഹപൂർവ്വം ശുഭദിനം ആശംസിക്കുന്നുവെന്ന് അംബികാജിത്ത്. ഇതെല്ലാം വാട്സപ്പിൽ വന്ന കമന്റുകൾ. ഓക്കെ, താങ്ക് യു. വാട്സപ്പിലും മെയിലും താങ്ക് യു വെരി മച്ച്. ഇനി മറ്റൊരു സെഗ്മെന്റ്, കുറച്ചുനാൾ കാണാതിരുന്ന ഒരു സെഗ്മെന്റിലേക്കാണ്. ഹൃദയം ഹരിതം. കൃഷിയിൽ എന്നും പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി വിജയം കൈവരിച്ചിടങ്ങളാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയും മുഹമ്മയും. പ്രതികൂല കാലാവസ്ഥയിലും മഞ്ചേരിക്കുള്ളൻ എന്ന നേന്ത്രവാഴ വിജയകരമായി കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഹമ്മയിലെ കർഷകൻ കുഞ്ഞുമോൻ. 9 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകുന്ന മഞ്ചേരിക്കുള്ളൻ വാഴ വ്യാപകമായി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മുഹമ്മയിലെയും കഞ്ഞിക്കുഴിയിലെയും കർഷകർ. ഓണക്കാലം മുന്നിൽ കണ്ടാണ് മുഹമ്മയിലെ കർഷകനായ കുഞ്ഞുമോൻ നേന്ത്രവാഴ നട്ടത്. കർണാടകയിൽ നിന്ന് വിത്തൊന്നിന് 25 രൂപ നിരക്കിൽ മഞ്ചേരിക്കുള്ളൻ വാഴ വാങ്ങി. ചുരിമണലിൽ എന്തും വിളയുമെന്ന ധൈര്യത്തിൽ നട്ടു. വിളവെടുപ്പിന് പാകമാകുമ്പോൾ കാറ്റും മഴയും കൃഷിനാശം വിതയ്ക്കുന്ന പതിവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തവണ കഴിഞ്ഞു. ഉയരം വളരെ കുറവായതിനാൽ വാഴ മറിയാനുള്ള സാധ്യതയും കുറവാണ്. ശരിക്കും ഇതിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, കാരണം പൊക്കം കുറവായത് കാരണം കാറ്റ് പിടിക്കാറില്ല. പിന്നെ ഒരു പരിധി വരെ ഇതിന് പുഴു മറ്റ് ശല്യങ്ങൾ ഒന്നും തന്നെ ഇതിനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ ഈ ചുരുമണലിൽ ഈ സാധനം ഈ വാഴ വിത്ത് നന്നായിട്ട് പിടിക്കും. സമയലാഭമാണ് പ്രധാനമായിട്ടും ഉള്ളൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിന് കേട് അധികം കുറവ് വരില്ല, അത് ഉറപ്പ്, കേട് വരില്ല. ജൈവവളം ഇലകളിലൂടെ നൽകിയാണ് കൃഷി. നേന്ത്രപ്പഴം മാത്രമല്ല വാഴക്കൂമ്പിനും വിത്തിനുമെല്ലാം ആവശ്യക്കാരേറെയാണ്. സെപ്റ്റംബർ മാസം ഇതിപ്പോൾ ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടാവുന്ന പരുവത്തിനായിട്ട് നിൽക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ വെട്ടാവുന്ന വാഴയുണ്ട്, പക്ഷേ എന്നാലും ഓണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓണത്തിന് നമുക്ക് ഇത് പരമാവധി നമ്മളിതിന് ജൈവവളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ മറ്റു തരത്തിലുള്ള കീടനാശിനി മറ്റു സാധനങ്ങളൊന്നും അടിക്കാറില്ല. അപ്പം ജൈവ രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊലക്ക് തന്നെ ഒരു ചെറിയ ഇത് കുറവ്, വണ്ണക്കുറവും കാര്യങ്ങളും ഉണ്ടാണ്. നമ്മൾ മറ്റു തരത്തിൽ പിന്നെ വാഴക്ക് പിന്നെ മരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാഴ ഇങ്ങനെയല്ല നിൽക്കുന്നത്, വലിയ വാഴ വലിയ ഇതായിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ജൈവ രീതി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഒരു വാഴക്കൂമ്പ് ഒന്നിന് 15 രൂപ നിരക്കിൽ നാട്ടിലെ ഗ്രാമീണ ജൈവ പച്ചക്കറി വിപണിയിലൂടെ വിൽപ്പന നടത്തി. ഒരു വാഴയിൽ നിന്ന് 5 വിത്തുകൾ വരെ ലഭിക്കും. 20 രൂപയാണ് വിത്തിന്റെ വില. കാറ്റും മഴയും നേന്ത്രവാഴ കർഷകർക്ക് ഭീഷണി ഉയർത്തുമ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെ വാഴകൃഷി ലാഭകരമാക്കാൻ കഴിയുമെന്ന് കുഞ്ഞുമോൻ പറയുന്നു. ജനം, ആലപ്പുഴ. പുത്തൻപുലരിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാകേഷ് ശർമ്മയുടെ ഒരു വിശേഷം കണ്ടുവരാം. ഭൂമിക്ക് സമാനമായ അന്തരീക്ഷം ചന്ദ്രനിൽ സൃഷ്ടിക്കുക വലിയ വെല്ലുവിളിയെന്ന് ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മ. ഗഗൻയാൻ ദൗത്യം സാങ്കേതികമായി ഏറെ കാര്യക്ഷമമെന്നും രാകേഷ് ശർമ്മ പറഞ്ഞു. ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യം ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ചന്ദ്രന്റേത്. മനുഷ്യാധിപത്യം സാധ്യമാകണമെങ്കിൽ ഭൂമിക്ക് സമാനമായ അന്തരീക്ഷം അവിടെ തയ്യാറാകണം. ആ പരീക്ഷണമായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഭാരതത്തിന്റെ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. The next, of course, milestone is going to be when you are going to go and colonize the moon. How are you going to adjust to that environment, which is so different to what is available on Earth? So you will have to replicate and create that environment. So there are going to be many challenges, of creating that kind of an environment and a safe environment where humans can survive. So we will wait and see how that happens. 40 വർഷം മുൻപുള്ള സൊയൂസ് ടി ബഹിരാകാശ പേടകത്തിലെ യാത്രാനുഭവങ്ങൾ രാകേഷ് ശർമ്മ ഓർത്തെടുത്തു. ഭാഷയും കാലാവസ്ഥയും വ്യത്യസ്തമായ മോസ്കോയിലാണ് തങ്ങൾ പരിശീലനം നേടിയത്.
ഇന്ന് സാങ്കേതിക വിദ്യ വളരെയേറെ മുന്നേറിയെന്നും രാകേഷ് ശർമ്മ പറഞ്ഞു. Astronaut designates how they are preparing and think back on how it used to be during our time. There have been differences, of course, because we trained in Russia in a different language, in a different time zone, in a different latitude, because with the weather playing a significant role during our stay in Star City in Moscow. മാറ്റമില്ലാത്തത് മനുഷ്യ ശരീരത്തിന് മാത്രം. ബഹിരാകാശത്തെ അതിജീവന ശാസ്ത്രം മനുഷ്യൻ ആർജിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സയൻസ് ഡെസ്ക്, ജനം. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ലോക അവയവദാന ദിനം. അന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ആളുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. തങ്ങൾക്ക് ജീവനേകിയ പ്രിയപ്പെട്ടവളുടെ ഓർമ്മ ദിനത്തിൽ ഒത്തുകൂടിയ ചിലരെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പതിവ് തെറ്റിക്കാതെ അവർ ഇത്തവണയും ലീനയുടെ ഓർമ്മദിനത്തിലെത്തി. അവയവദാനത്തിലൂടെ പുതുജീവൻ ലഭിച്ച മൂവർ സംഘമാണ് 6ാം ഓർമ്മദിനത്തിലും ലീനയുടെ കൊല്ലത്തെ വസതിയിലെത്തിയത്. പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് 2018 ഓഗസ്റ്റ് 12-നാണ് കൊല്ലം ആശ്രാമം സ്വദേശി ലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കഴിഞ്ഞ 5 വർഷങ്ങളായുള്ള പതിവ് ഇക്കുറിയും അവർ തെറ്റിച്ചില്ല. തങ്ങൾക്ക് പുനർജന്മമേകിയ പ്രിയപ്പെട്ടവളുടെ ഓർമ്മദിനത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് അവർ ഓടിയെത്തിയത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി റോബിൻസൺ, തിരുവനന്തപുരം ഈഞ്ചക്കൽ സ്വദേശി ശ്രീജിത്ത്, ആറ്റിങ്ങൽ സ്വദേശി മോഹൻ എന്നിവർക്കാണ് ലീല പുനർജന്മമേകിയത്. മരണത്തെ മുഖാമുഖം കണ്ട ഇവർ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ലീനയിലൂടെയാണ്. ശ്രീജിത്തിനും റോബിൻസണിനും ലീനയുടെ വൃക്കകൾ പുതുജീവനേകിയപ്പോൾ മോഹനനെ ജീവിതത്തിലേക്ക് നയിച്ചത് ലീനയുടെ കരളുകളാണ്. ഞാൻ 65 ദിവസത്തിൽ കൂടെ ഞാൻ ICUയിൽ കിടന്നിട്ടാണ് രണ്ടാമത് ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് സജീവൻ്റെ മക്കളോ കുടുംബത്തോടോ എനിക്ക് തീരാത്ത കടപ്പാടുകളുണ്ടെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ആ ബന്ധം നിലനിർത്തി തന്നെയാണ് ഓരോ ദിവസവും. 2018 ട്രാൻസ്പ്ലാന്റ് നടന്നത്. അതിനുശേഷം ഇപ്പോൾ 6 വർഷമായി എല്ലാ വർഷവും ഇവിടെ ഓർമ്മ ദിവസം കടന്നു വരുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കുടുംബത്തോട് തീരാത്ത നന്ദിയും കടപ്പാടും ഞങ്ങൾക്കുണ്ട്. മൃതസഞ്ജീവനി വഴിയാണ് ഞാൻ ഈ കിഡ്നിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ അമ്മയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റിനായിട്ട് കിട്ടിയത്. അതിനുശേഷം ഇന്ന് വരെ എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഞങ്ങൾ പരസ്പരം സ്നേഹം കൈമാറുകയും എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിക്കുകയും അങ്ങനെ എല്ലാവരും കോൺടാക്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. 2018 ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ അസുഖത്തെ തുടർന്നാണ് ലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ദുഃഖവാർത്തയിൽ ആദ്യം പകച്ച കുടുംബം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു. പിന്നെ മെഡിക്കൽ കൊണ്ട് MRI സ്കാൻ ചെയ്യുമ്പോഴാണ് മസ്തിഷ്കം സംഭവിച്ചു തുടങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 5 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് സംഭവിക്കുന്നത്. അപ്പോൾ അന്നേരം എടുത്തൊരു തീരുമാനമാണ് അവയവം ദാനം ചെയ്യണമെന്നുള്ളത്. അങ്ങനെ സർക്കാരിൻ്റെ മൃതസഞ്ജീവനിയുടെ ആദ്യത്തെ പദ്ധതിയിൽ ദാനം കൊടുത്തു. കേരളത്തിൽ ആദ്യത്തെ ഒരു അവയവദാനമായിരുന്നു ഇത്. അങ്ങനെ 3 പേർക്ക് പുതുജീവൻ കിട്ടി. അപ്പോൾ അവർ ഇന്ന് നമ്മുടെ എല്ലാ ഓർമ്മ ദിനത്തിലും ഇവിടെ വരാറുണ്ട്. അവയവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുജീവൻ വീണ്ടെടുത്ത മൂവരും ലീനയുടെ കൊല്ലത്തെ വീട്ടിലെത്തിയിരുന്നു. തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും ഓർമ്മ ദിനത്തിൽ മുടക്കം കൂടാതെ ലീനയുടെ കുടുംബത്തോടൊപ്പം ഇവരും പങ്കുചേരും. ജനം, കൊല്ലം. അന്താരാഷ്ട്ര ഗജദിനമായിരുന്നു. കോടനാട് ആനക്കളരിയിലെ ആനകൾക്ക് ആനയൂട്ട് നടത്തി. കോടനാട് അഭയാരണ്യത്തിൽ സംരക്ഷിച്ചു വരുന്ന 7 ആനകൾക്കായിരുന്നു വിഭവസമൃദ്ധമായ ഭക്ഷണ വിതരണം. ആനകളുടെ സംരക്ഷണം ബോധ്യപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര ഗജദിനം കൊണ്ടാടപ്പെടുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറക്കുന്നതിന്റെ സന്ദേശവും ഈ ദിനം പകർന്നു നൽകുന്നു. പൊതുജനങ്ങൾക്ക് ആനകളോട് അടുത്തിടപഴകാൻ അവസരമൊരുക്കിയായിരുന്നു കോടനാട് ആനക്കളരിയിൽ ഗജദിനം ആഘോഷിച്ചത്. ആന ഒരു സാമൂഹിക ജീവിയും അതുപോലെ വളരെയധികം മനുഷ്യന്മാരോട് വികാരപരമായി ഇടപെടുന്നതായ ഒരു ജീവിയാണ്. ഈ ആനകൾ മൂലമുണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം നടക്കുന്ന സമയത്ത് ശത്രുവായി കാണുന്ന രീതിയിൽ ചിത്രീകരിക്കുകയും നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള പ്രൊപ്പഗൻഡകൾ വരുന്നതായ സാഹചര്യമാണ് ഇന്ന് നിലവിൽ.
അപ്പോൾ അതിലൊക്കെ ജനങ്ങൾ കുറേയും കൂടി എന്താ പറയുക തന്മയി ഭാവത്തോടു കൂടി ആനയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഇത്തരം ദിനാചരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഭവസമൃദ്ധമായിരുന്നു കോടനാട് നടന്ന ആനയൂട്ട്. സാധാരണ നൽകി വരുന്ന ഭക്ഷണങ്ങൾക്ക് പുറമെ വിവിധ ഇനം പഴങ്ങളും ആനയൂട്ടിന് നൽകി. സാധാരണ കൊടുക്കുന്ന ഭക്ഷണങ്ങൾക്കുപരിയായിട്ട് നമ്മൾ കൂടുതൽ ഫലങ്ങൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കൊടുക്കാനുള്ള ആണ് കൊടുത്തത്. പിന്നെ കരിമ്പ്, അങ്ങനെ ഫലങ്ങളിൽ ഫ്രൂട്ട്സിൽ തന്നെ ഏത്തപ്പഴം, പൈനാപ്പിൾ, തണ്ണിമത്തങ്ങ കൂടുതലല്ല, സാധാരണ കൊടുക്കാത്ത ഭക്ഷണമാണ് അത്. നിലവിൽ 7 ആനകളെയാണ് കോടനാട് സംരക്ഷിച്ചു വരുന്നത്. ഒരു കാലത്ത് അട്ടപ്പാടിയെ ഭീതിയിലാഴ്ത്തിയ കാട്ടുകൊമ്പൻ പീലാണ്ടിയും ഇവിടുത്തെ ആനകളുടെ കൂട്ടത്തിൽ പെടുന്നു. കാടുറപ്പിച്ച പീലാണ്ടി ഇന്ന് മര്യാദക്കാരനായ പീലാണ്ടി ചന്ദ്രുവാണ്. കോടനാട് ആനക്കളരിയിലെ പരിശീലനം പീലാണ്ടിയെ ശാന്ത സ്വഭാവക്കാരനാക്കി. ക്യാമറമാൻ ബിബിൻ ആൽവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. പല അപ്ഡേറ്റ്സും ഇവിടെ വരുന്നുണ്ട്. ധർമ്മസംരക്ഷണം, നമ്മൾ കുറച്ചുനാൾ ഈ കമൻറ്റുകൾ അത്രയ്ക്ക് വായിക്കാതിരുന്നതുകൊണ്ടാണ്. ഗൂഗിൾ പിക്സൽ 9 Pro ആൻഡ് 9 Pro Fold ഫോൺ മോഡൽസ് വിൽ ബി അൺവീൽഡ് ടുഡേ ബൈ ഗൂഗിൾ. ധർമ്മ സംരക്ഷണത്തിൻ്റെ ഗാഡ്ജറ്റ് അപ്ഡേറ്റ് ആണ്. ഒറീസ സർക്കാരിന് രാജധാനി ഉമാശങ്കറിൻ്റെ അഭിവാദ്യങ്ങൾ ഉണ്ട്. ബാബു ശ്രീജിത്ത് പനി വിശേഷം ചോദിച്ചിട്ടുണ്ട്. നാരായണൻ ചാലിൽ തീർച്ചയായിട്ടും വഖഫിൻ്റെ തരികിട പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണം. മാലദ്വീപിൻ്റെ വാർത്ത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാജധാനി ഉമാശങ്കർ. അജിത് ഭാസ്കർ ശക്തമായ കാറ്റ്. സുഗതൻജി അത് ശാലിനിയോട് നേരിട്ട് ചോദിക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ലീവ് എടുക്കുമ്പോൾ ഇനി മുൻകൂട്ടി അറിയിക്കണം എന്നുള്ളത്. എന്തായാലും അർജുൻ വിഷയം ആരും കുറേ ദിവസം മറന്നു. സ്വാഭാവികമായിട്ടും ശ്രീ അജിത് ഭാസ്കർ ശ്രദ്ധ മുഴുവൻ വയനാട്ടിലെ നടക്കുന്ന വാർത്തകളിലേക്ക് പോവുകയായിരുന്നു. എല്ലാവരും മറന്നു എന്ന് പറയാൻ കഴിയില്ല. നമ്മളെ കുടുംബത്തെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ അതേസമയം വയനാട്ടിലെ ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനവും നമുക്ക് വേണ്ടിയിരുന്ന സമയങ്ങളിലെല്ലാം പൂർണ്ണമായി അങ്ങോട്ട് പോയി എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ വാർത്തകളുടെ ധാരാളം ഇത് വരുന്നുണ്ട്. ബംഗ്ലാദേശിനെ കുറിച്ചുള്ള വിശദമായ വാർത്തയ്ക്ക് ജൻ TV ചരിത്രത്തിൽ ഇടം പിടിച്ചു. അതുപോലെ തന്നെ വ്യാജ പാൻ ആധാർ കാർഡ് സ്വന്തമായി കൊണ്ട് നടക്കുന്നു. ഞാൻ ഒരുവനെ ചെക്ക് ചെയ്തു, അപ്പോൾ തന്നെ മുങ്ങിയെന്ന് അജിത് പറയുന്നു. ഹിന്ദുക്കളെല്ലാം ഒന്നിക്കുന്നു, ബംഗ്ലാദേശ് അതിനൊരു കാരണമാണ്. ലോകം മുഴുവൻ ഹിന്ദു ഉണർന്നു, ദേശം ഉണർന്നു. അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ സർക്കാരിൻ്റെ ഉറപ്പ് എന്നുള്ള പരിഹാസമുണ്ട് അളമുട്ടിയ ചേരയുടെ വക. ആശങ്ക വേണ്ട, ഓടിക്കോ എന്ന്. എന്തായാലും ധാരാളം പേർ അഭിപ്രായങ്ങളുമായി കയറുന്നുണ്ട്. നവകേരള അടക്കം എല്ലാവിധ ധൂർത്തും ചെയ്യുമ്പോൾ ജനങ്ങൾ വെറും നോക്കുകുത്തി. ദുരിതാശ്വാസ നിധി പിരിക്കാൻ ഒരു ഉളുപ്പില്ലാത്ത, ഇറങ്ങാൻ ഒരു മടിയുമില്ല. അതാണ് നവോത്ഥാനം. എന്തായാലും ശ്യാമിസിൻ്റെ ഇതാണ്. ശരിക്കും റാപ്പിഡ് ന്യൂസ് എന്നൊരു കോംപ്ലിമെൻ്റ് ഉണ്ട് അജീഷ് കുമാറിൻ്റെ. എല്ലാ ദിവസവും വീഡിയോയുടെ തന്നെ റാപ്പിഡ് ന്യൂസ് അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതാണ്. ഇതോടുകൂടി നമുക്ക് ന്യൂസ് തയ്യാറാക്കിയ ആളെ തന്നെ വീണ്ടും നിയമിക്കണമെന്നുകൂടി എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഇടുക്കിയിൽ നിന്നുള്ളൊരു ആപ്പിൾ വിശേഷം കൂടി ഒന്ന് കണ്ടുവരാൻ കാര്യം ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ പുത്തൻപുലരിയുടെ ഇന്നത്തെ സമയം അവസാനിപ്പിക്കാൻ. മറ്റൊന്നുകൂടി പറയാനുണ്ട്. അതിനുശേഷം ഇന്ന് ലൈവ് റിപ്പോർട്ടാണ്. ഇന്ന് 9 മുതൽ 10 വരെ ധാരാളം വിഷയങ്ങൾ ഉണ്ട്. അതായത് തിരുച്ചെന്തുറയിലെ ക്ഷേത്രത്തിൻ്റെ അടക്കമുള്ള ഭൂമി വഖഫ് നിയമം അല്ലെങ്കിൽ വഖഫ് ബോർഡ് പിടിച്ചു വച്ചിരുന്നത് മോചനമൊരുങ്ങുന്നു. ജനം TVയുടെ ഇമ്പാക്റ്റ് ഉണ്ട്. ചെറായിലെ വഖഫ് ബോർഡിൻ്റെ കയ്യേറ്റ ശ്രമം ഉണ്ട്. മഴയുടെ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നു. മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്, അത് സംബന്ധിച്ച വാർത്തയുണ്ട്. ഇതെല്ലാം ചേർന്ന് 9 മുതൽ 10 വരെ ലൈവ് റിപ്പോർട്ടിലേക്ക് നീങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് ഇതാ ഒരു ചെറിയ ആപ്പിൾ വിശേഷം കൂടി കണ്ടുകൊണ്ട് വളരെ വേഗത്തിൽ ആ വാർത്തകളിലേക്ക് പോകാം. കാന്തല്ലൂരിലെ ആപ്പിൾ വസന്തകാലം അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും. മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് ഒഴുകി എത്തുന്നു. കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകളിൽ ഏറ്റവും പ്രൗഢമായ ഒന്നാണ് പഴുത്തു തുടുത്ത ആപ്പിളുകൾ. കേരളത്തിന്റെ മറ്റൊരു കാർഷിക ഗ്രാമത്തിനും അവകാശപ്പെടാനില്ലാത്ത കാർഷിക കാഴ്ച.
HRMN 19, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. അധികം മഞ്ഞ് വേണ്ടാത്ത ഇനങ്ങളാണിവ. ഇത്തവണയും മികച്ച വിളവാണ് ആപ്പിൾ കാന്തല്ലൂരിലെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഇവിടെ മെയിനായിട്ട് 2 വെറൈറ്റി ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. HRMN 99 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി, അത് കുറച്ച് നേരത്തെ പാകമാകും. മെയ് ഒരു 15-നും ജൂൺ 30-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ മെയ് 15 മുതൽ ജൂൺ 30 വരെ ഒരു 1.5 മാസം കൊണ്ടത് തീരും. ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ്, ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും. ഇത് കുറച്ചുകൂടി ലേറ്റായിട്ടാണ് പാകാവുന്നത്. ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും ഒരു ഓഗസ്റ്റ് 30 വരെയൊക്കെ ഇത് നിലനിൽക്കും. കനത്ത മഴയ്ക്ക് നേരിയ കുറവ് വന്നതോടെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ചീനി ആപ്പിൾ ഗാർഡൻസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്കുള്ളത്. കാരണം വെച്ചാൽ നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട്. ഇത് പ്യൂർലി ഓർഗാനിക്കാണെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റും മധുരവും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേണ്ടവർക്ക് വന്ന് പറിക്കുകയും കാണാനും ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവത്തിന് ഒരു ഇതുണ്ട് ഇവിടെ. കഴിഞ്ഞ മെയ് മാസത്തോടെയാണ് കാന്തല്ലൂരിൽ ആപ്പിൾ ചെടികൾ കായ്ച്ചു തുടങ്ങിയത്. അന്നു മുതൽ സഞ്ചാരികളുടെ തിരക്കായിരുന്നു കാന്തല്ലൂരിൽ. മഴ ശക്തി പ്രാപിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുമുണ്ടായി. ഓഗസ്റ്റ് അവസാനത്തോടെ കാന്തല്ലൂരിലെ ആപ്പിൾ വിളവെടുപ്പ് പൂർണ്ണമാകും. അടുത്ത ആപ്പിൾ കാലത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി. ജനം, ഇടുക്കി. അങ്ങനെ ആപ്പിൾ വസന്തം ഈ സീസണിൽ അവസാനിക്കുകയാണ്. പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുന്നു. പക്ഷേ 9 മണിക്ക് ലൈവ് റിപ്പോർട്ടുമായി ദേവികയെത്തും. പുത്തൻപുലരിയുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്തേ.